ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അസിസ്റ്റന്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടർ അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇത് രണ്ടും കോമൺ എക്സാം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. 2022 കോമൺ എക്സാം ആയിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയറും അതേപോലെ ലെക്ചറിംഗ് പോലെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്ത് ചെയ്യാം, നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടർ കോമൺ എക്സാം കോമൺ എക്സാം ആയിട്ട് നടന്ന അസിസ്റ്റന്റ് PWD കോമൺ എക്സാം ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ DC voltage of 40 volt is applied across series connected resistor 4 ohm and 3 ohm. Find this current through 2 ohm resistance if it is connected across a 4 ohm resistor. എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഏറ്റവും അധികം 4 ohm 3 ohm സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്. 4 ohm 3 ohm സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ കറന്റ് 4 ohm 3 ohm. Find the current through the 2 ohm resistance if it is connected across the 4 ohm resistor. ഇതിനെ ക്രോസ് ആയിട്ട് ഒരു 2 ohm resistor കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? എ DC വോൾട്ടേജ് ഓഫ് 40 വോൾട്ട് is applied across the series connected network. ഓക്കെ, 40 വോൾട്ട്. അപ്പൊ ഇതാണ് നമ്മളെ സർക്യൂട്ട് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ആക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. ഇത് നിങ്ങളുടെ I1, ഇത് നിങ്ങളുടെ I2, ഇത് നിങ്ങളുടെ ടോട്ടൽ കറന്റ് I അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് I2 എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, I2 കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഫൈൻഡ് ദി കറന്റ് ത്രൂ 2 ohm റെസിസ്റ്റൻസ് ഇഫ് ഇറ്റ് ഈസ് കണക്ടഡ് അക്രോസ് ദി 4 ohm റെസിസ്റ്റർ. അപ്പൊ I2 കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം വെച്ചാൽ വോൾട്ടേജ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആ ഐ കണ്ടുപിടിച്ചിട്ട് എന്താ, ജസ്റ്റ് അവിടെ കറന്റ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. ഈ ഐ ആണ് I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. വീണ്ടും ഇവിടെ ഐ ആയിട്ട് തന്നെ വന്നു അല്ലെ. സീരീസിൽ എന്താ കറന്റ് സെയിം ആണ് സീരീസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് കൈ തന്നെയാണ് അല്ലെ. അപ്പോഴെന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഐ കണ്ടുപിടിച്ച ശേഷം കാറിന്റെ ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റുടെ വാല്യൂ സിമ്പിൾ ആയിട്ട് കിട്ടും അല്ലെ. അപ്പൊ ഐ എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ഐ ഈസ് നത്തിങ് ബട്ട് വി ഡിവൈഡഡ് ബൈ ആർ ഇക്വലന്റ് അല്ലെ. അപ്പൊ ആർ ഇക്വലിന്റെ വാല്യൂ എത്ര വരിക? ആർ ഇക്വലന്റ് ഈസ് നത്തിങ് ബട്ട് 4 2 പാരലൽ, അതിന്റെ സീരീസ് ആയിട്ട് എന്താ 2 ohm ഉണ്ട് അല്ലെ. അപ്പൊ 4 പാരലൽ വിത്ത് 2 ohm അതിന്റെ സീരീസ് ആയിട്ട് 3. അപ്പൊ 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 പ്ലസ് 3. അപ്പൊ 8/6 പ്ലസ് 3. 8/6 എന്ന് പറഞ്ഞാല് 4/3. 4/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.3 എന്ന് വരും അല്ലെ. 4/3 1.3 പ്ലസ് 3 എന്ന് പറഞ്ഞാല് 4.33 എന്നുള്ള രീതിയിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് 4/3 പ്ലസ് 3. 9 4 13/13 എന്നുള്ള രീതിയിലും എഴുതാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് എന്താ ഫൈനൽ ആൻസർ കിട്ടിയാൽ മതി. അപ്പൊ ഇതിൽ നിന്ന് ഐ എന്ന് പറഞ്ഞാൽ സത്യം പോയിട്ട് വി ബൈ ആർ ഇക്വലന്റ്, വിയുടെ വാല്യൂ 40, ആർ ഇക്വലന്റ് 13/3. അപ്പൊ 120/30 ആംപിയർ എന്ന് പറഞ്ഞാൽ കിട്ടി ഐയുടെ വാല്യൂ അല്ലെ. 120/30 അല്ലെങ്കിൽ 40 ഇൻറ്റു 3/30 അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇനിയിപ്പോ I2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? I2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറന്റ് ഐ ഇൻറ്റു റെസിസ്റ്റൻസ് അക്രോസ് അതർ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ കറന്റ് എത്ര? 120/30 ഇൻറ്റു R1ന്റെ വാല്യൂ 4 ohm ഡിവൈഡ് ബൈ R1 പ്ലസ് R2 6. അപ്പൊ ഇവിടെ എത്ര കട്ടായി പോയി അല്ലെ, 20 ടൈംസ്. അപ്പൊ 20 ഇൻറ്റു 4 80/13 വരും അല്ലെ. 80/13 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ വാല്യൂസ് 5 15, അപ്പൊ 75 വരും. അല്ല സോറി, 65 വരും. അപ്പൊ 65 അല്ല, അതിനെക്കാട്ടും കൂടുതൽ വരും അല്ലെ. അപ്പോഴെന്താ അപ്രോക്സിമേറ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6.153 ആംപിയർ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, 6.153. ഓക്കെ, അപ്പൊ 6 വെച്ചാൽ 3018 ബാക്കി 1 അല്ലെ. അപ്പൊ 78 എന്നുള്ള രീതിയിൽ വന്നു. 78ന്റെ അടുത്തുള്ളത് എന്ന് പറയുമ്പോൾ 80. ഓക്കെ, അല്ലാതെ 12 എന്തായാലും വരില്ല. 12 പറഞ്ഞെങ്കിൽ 130 മേലെ വേണം. അല്ല 3 എന്ന് പറഞ്ഞാൽ എന്തായാലും അല്ല, 1.3 അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് എന്താ അപ്രോക്സിമേറ്റ് ആയിട്ട് വാല്യൂസ് വരും. കാരണം വെച്ചാൽ വാല്യൂസ് എല്ലാം എന്താ ഡിഫറെന്റ് ആണ് അല്ലെ. വാല്യൂസ് ഒക്കെ ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ അപ്രോക്സിമേറ്റ് ചെയ്ത് വാല്യൂസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ,
ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. The maximum power transferred from the source to the load when its Thevenin's equivalent resistance is dash the load resistance. എപ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവുക? when its Thevenin resistance is equivalent to ലോഡ് റെസിസ്റ്റൻസ് അല്ലെ, ഈക്വൽ ടു ലോഡ് റെസിസ്റ്റൻസ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കണം? അത് വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കണം? വേരിയബിൾ ആയിരിക്കണം. ഇൻ കേസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ലോഡ് റെസിസ്റ്റൻസ് ഫിക്സഡ് ആണ്, സോഴ്സ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് വേരിയബിൾ എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്കൊരു സോഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും മാക്സിമം പവർ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുമ്പോൾ ലോഡ് റെസിസ്റ്റൻസ് വേരിയബിൾ ആയിരിക്കും അല്ലെ. ലോഡ് റെസിസ്റ്റൻസ് വേരിയബിൾ ആകുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇൻ കേസ് നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ എന്താ, ലോഡ് റെസിസ്റ്റൻസ് ഫിക്സഡ്, സോഴ്സ് റെസിസ്റ്റൻസ് ആണ് വേരിയബിൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താണ്? സോഴ്സ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കാം. ഇൻ കേസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സോഴ്സ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ആ മിനിമം ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇത് പലപ്പോഴും ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും എന്താ, നിങ്ങൾ എന്ത് ചെയ്യുക, തെറ്റിച്ചിട്ട് ലോഡ് റെസിസ്റ്റൻസ് ഫിക്സഡ് ആണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ, ഫിക്സഡ് RL വേലത്തിലാണോ അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ RS എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് കാണാറുണ്ട്. അപ്പോൾ തെറ്റിക്കരുത്. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. 3 resistors RAB, RBC and RCA are connected in delta whose values are in the ratio of 1:2:4. Then the ratio of its equivalent resistance in star is. ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് ഇതിന്റെ ഏറ്റവും അധികം കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈക്വൽ റെസിസ്റ്റൻസ് ഇൻ സ്റ്റാർ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് മുന്നേ സ്റ്റാറിന് ഡെൽറ്റയും ഡെൽറ്റ സ്റ്റാർ എങ്ങനെ കൺവേർഷൻ ഈസി ആയിട്ട് പോസിബിൾ ആക്കാന്നില്ല ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഏറ്റവും നമുക്ക് സ്റ്റാറിന്റെ വാല്യൂസ് നമുക്കറിയാം. ഓക്കെ, സ്റ്റാറിന്റെ വാല്യൂസ് അറിയാം. ഇത് എ, ഇത് ബി, ഇത് സി ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് RA, ഇത് RB, ഇത് RC. കാരണം എന്താ, അത് എ എന്ന് പറയുന്ന പോയിന്റ് കണക്ട് ചെയ്തു, ബി എന്ന് പറയുന്ന പോയിന്റ്, BC എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അതൊക്കെ എന്താ, RA, RB, RC ആയിട്ട് വന്നു. ഇനിയിപ്പോ നേരെ മറിച്ച് നമുക്ക് ഡെൽറ്റ ആണെന്നുണ്ടെങ്കിലോ, ഡെൽറ്റ ആണെങ്കിൽ എക്കും ബിക്കും ഇടയിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് RAB, എക്കും സിക്കും ഇടയിലായതുകൊണ്ട് RAC, ബിക്കും സിക്കും ഇടയിലായിട്ട് RBC. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നുണ്ടാവാം RAയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞേക്കുന്നത്. RA എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക? ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ. ഓക്കെ, ഡെൽറ്റ ടു സ്റ്റാർ. അപ്പൊ ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെൽറ്റ ടു സ്റ്റാറിൽ നമുക്ക് RAയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ RAയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എ എന്ന് പറയുന്ന നോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വാല്യൂ ഒക്കെ എഴുതാം. RABയും RACയും അല്ലെ, അല്ലെങ്കിൽ എ ആണ് കോമൺ. അപ്പൊ എ കോമൺ ആയിട്ടുള്ള ഏതൊക്കെ വാല്യൂസ് ഉണ്ട് എന്ന് നോക്കാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഓക്കെ, RAB പ്ലസ് RAC പ്ലസ് RBC. അതേപോലെ RB എന്ന് പറഞ്ഞാലോ, RAB ഇൻറ്റു RBC അല്ലെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ. അതേപോലെ RC എന്ന് പറഞ്ഞാലോ, RAC ഇൻറ്റു RBC ഡിവൈഡഡ് ബൈ ടോട്ടൽ അല്ലേ. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഡെൽറ്റാന്ന് സ്റ്റാറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോ സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്കാണെന്നുണ്ടെങ്കിലോ, സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്കാകുമ്പോൾ ഒന്നുമില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റ RAB ആണ് കണ്ടുപിടിക്കേണ്ടി വിചാരിക്കാം. അപ്പൊ RA പ്ലസ് RB പ്ലസ് RB ഡിവൈഡഡ് ബൈ RC. അതേപോലെ സിമിലർ നമുക്ക് എന്ത് പറയാൻ പറ്റും? RBC ആണെങ്കിലോ, RB പ്ലസ് RC പ്ലസ് RC ബൈ RA. ഓക്കെ, ആ രീതിയിൽ എന്താ നമുക്ക് സിമ്പിൾ ആയിട്ട് അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, എത്ര ആൻസർ വരിക? കാരണം വെച്ചാൽ നമ്മൾ ജസ്റ്റ് എന്താ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ അവിടെ ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈക്വലന്റ് വാല്യൂസ് ഓഫ് റേഷ്യോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം എന്താ,
ആ ഒരു റേഷ്യോയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, 1:2:4 ആണ്. ഓക്കെ, ആർ എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്, ആർ ബി സി 2 ആണ്, ആർ സി എന്ത് 4 ആണ്. ഒക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു മെത്തേഡ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. വേറെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി ചെയ്യാം. ഓക്കെ, അപ്പൊ ആർ എ ബി 1:4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എപ്പോഴും എത്രയായിരിക്കും? 7 ആയിരിക്കും. ആർ എ ബി ഇൻറ്റു ആർ ബി സി 2/7. ഇനി ആർ എ സി ഇൻറ്റു ആർ ബി സി 8/7. റീഡ് ചെയ്യാൻ ഇച്ചിരി ഇഷ്യൂ ഉണ്ടോ? അപ്പോൾ എത്ര വരും? 4/7, 2/7, 8/7. ഇനിയിപ്പോ ഇതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ? ആർ എ ആർ ബി ആർ സി ന്റെ റേഷ്യോ ആർ എ ഈസ് ടു ആർ ബി ഈസ് ടു ആർ സി ഇസ് നത്തിങ് ബട്ട് 4/7, 2/7, 8/7. 4:2:8 അല്ലെങ്കിൽ 2:1:4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 2:1:4. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ പറഞ്ഞേക്കുന്നത്? ദ റിയാക്റ്റീവ് പവർ ഓഫ് എ ആർ എൽ സി സർക്യൂട്ട് കണക്റ്റഡ് ടു എൻ എ സി സോഴ്സ് പ്രൊപ്പോർഷണൽ ടു an AC source is proportional to എന്താ വരിക? It is nothing but the difference between the energy stored in electric field and magnetic field ആണ് വരുന്നുണ്ടാവുക. ഇത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ഒന്നുമില്ല, നമുക്ക് ആർ എൽ സി സർക്യൂട്ട് നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ആർ എൽ സി സർക്യൂട്ട് വരക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 3 കേസായിട്ട് നമുക്ക് എടുക്കാം. ഫസ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് ഓൺലി. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഇൻഡക്ടർ ഓൺലി, മൂന്നാമത്തെ നമുക്ക് കപ്പാസിറ്റർ ഓൺലി എന്ന രീതിയിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്ററിന്റെ കേസിൽ എന്തായിരിക്കും? ഫൈ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും വരുന്നുണ്ടാവുക. കാരണം എന്താ? വോൾട്ടേജും കറന്റും ഇൻ ഫേസിലായിരിക്കും വരുന്നുണ്ടാവുക അല്ലെ? വോൾട്ടേജും കറന്റും ഇൻ ഫേസിലായിരിക്കും വരുന്നുണ്ടാവുക. ഇനിയിപ്പോ നേരെ മറിച്ച് നമ്മളൊരു ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അവിടെ കറന്റ് അവിടെ ലാഗിങ് ആണെന്ന് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും അല്ലെ? ഫൈ എന്ന് പറഞ്ഞാൽ എത്ര? -90 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വി ഇൻറ്റു ഐ ഇൻറ്റു സൈൻ -90. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മൈനസ് വി ഐ ആണ് വരുന്നുണ്ടാവും അല്ലെ? സൈൻ -90 പറഞ്ഞാല് മൈനസ് വി ഐ, സോറി -1 അല്ലെ? അപ്പൊ അതുകൊണ്ട് മൈനസ് വി ഇൻറ്റു ഐ എന്ന് വരും. ഇനിയിപ്പോ അടുത്തത് കപ്പാസിറ്റർ ആണെങ്കിൽ അവിടെ എന്താ? കറണ്ട് ലീഡിങ് ആണ് വരുന്നുണ്ടാവുക. ആംഗിൾ ഫൈ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു സൈൻ ഇൻറ്റു 90. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വി ഐ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ദ കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് ആണ് വരുന്നുണ്ടാവുക. അതേപോലെ ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിലോ ഇറ്റ് സ്റ്റോർസ് എനർജി ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ് വരുന്നുണ്ടാവുക അല്ലെ? അപ്പൊ അങ്ങനെ റെസിസ്റ്റന്റ് കേസിലാണെങ്കിൽ അവിടെ നോ എഫക്റ്റ് ആണ്. അപ്പൊ ഒരു ആർ എൽ സി സർക്യൂട്ടിന്റെ കേസിൽ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടി പറ്റും? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എനർജി സ്റ്റോർഡ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്താ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് തന്നെ അത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ദ റെസൊണന്റ് ഫ്രീക്വൻസി. ഓക്കെ, ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് എൻ ആർ എൽ സി series circuit is f0. Then if the values of the parameters are half, then the resonance frequency is. നമുക്കറിയാം ω0 എന്ന് പറഞ്ഞാൽ that is nothing but 1/√LC. അല്ലെങ്കിൽ f0 എന്ന് പറഞ്ഞാൽ that is nothing but 1/2π√LC അല്ലെ? അതായത് ω0 എന്ന് പറഞ്ഞാൽ 2πf0 ആണ്. അപ്പൊ f0 എന്ന് വെച്ചാൽ 1/2π√LC. അല്ലെ? നമുക്ക് എന്ത് ചെയ്താണ്ടി പറ്റും? f0 is directly proportional to 1/√LC അല്ലെ? f0 is directly proportional to 1/√LC. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ പാരാമീറ്റേഴ്സ് ആർ ഹാഫ്ഡ്, അപ്പൊ നമുക്ക് എന്ത് f0 ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും 1/√L/2 ഇൻറ്റു C/2 അല്ലെ? അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√LC/4. √LC/4 ആണ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√LC/2 അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 2/√LC. 1/√LC എന്ന് പറഞ്ഞാൽ f0 ആണ് അല്ലെ? അല്ലെങ്കിൽ f0 ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു 2/√LC അല്ലെങ്കിൽ f0 ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√LC പറഞ്ഞാൽ f0 ആണ്. അപ്പോ 2f0. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട്
വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് അപ്ലൈഡ് ടു എ RCC R is equal to 8 ohm and XL is equal to 6 ohm series circuit is 150 volt. The current through the circuit is dash ampere. RL സർക്യൂട്ട് എക്സലിന്റെ കാര്യം നമുക്ക് തന്നിരിക്കുന്നത് അവിടെ RL സർക്യൂട്ട് ആണ് അല്ലെ. 8 ohm 6 ohm അല്ലേ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആംപ്ലിറ്റ്യൂഡ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. വിയുടെ വാല്യൂ എത്ര? 150 വോൾട്ട്. അതുപോലെ ആറിന്റെ വാല്യൂം എക്സലിന്റെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് സെഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സൽ സ്ക്വയർ ഇവിടെ കപ്പാസിറ്ററിൽ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? 8 സ്ക്വയർ പ്ലസ് 6 എന്നിട്ട് 64 36 10 ഓം എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടി അല്ലെ. ഇനിയിപ്പം IM ഈസ് നത്തിങ് ബട്ട് വി ബൈ സെഡ്. അപ്പൊ 150 ബൈ 10 15 ആംപിയർ. 15 ആംപിയർ നിങ്ങൾ അവിടെ തെറ്റിക്കാൻ വേണ്ടി 15 ആംപിയർ ഡയറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയ മാക്സിമം വാല്യൂ ആണ്. നമുക്ക് അവിടെ എന്താ വേണ്ടത്? RMS വാല്യൂ ആണ് നമുക്ക് അവിടെ വേണ്ടത്. അപ്പൊ 15 ബൈ റൂട്ട് 2 ഈസ് നത്തിങ് ബട്ട് 10.6 ആംപിയർ. ഓക്കെ, 10.6 ആംപിയർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഓപ്ഷൻ ബി 10.6 ആംപിയർ ആണ് ഇവിടെ കറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോറി, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. Two coils A and B of the same material are connected in parallel across the supply. Coil A has diameter and length double to that of coil B. The heat produced by the coil A is dash that of coil B. More than ആണോ ലെസ് than ആണോ ഈക്വൽ ആണോ? എന്താണ് ആൻസർ വരിക? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്താ പറഞ്ഞേക്കുന്നത്? സെയിം മെറ്റീരിയൽ ആണ് അല്ലെ. സെയിം മെറ്റീരിയൽ ആണ്. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് റോ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കോൺസ്റ്റന്റ് ആണ് നമുക്കിവിടെ പറയാൻ പറ്റും. Coil A has diameter and length double to that of coil B. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ആർ ഇസ് നത്തിങ് ബട്ട് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് ആർ ആണ് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. എച്ച് ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ ആർ ആണ്. അല്ലെങ്കിൽ എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r അല്ലെങ്കിൽ എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാരലൽ സർക്യൂട്ട് ആണ് അല്ലെ. പാരലൽ ആയതുകൊണ്ട് എന്താ? വി കോൺസ്റ്റന്റ് ആണ് അല്ലെ. പാരലൽ ആയതുകൊണ്ട് വി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇത് ഇൻ ടേംസ് ഓഫ് ആർ എഴുതണം. അപ്പൊ നമുക്കറിയാം ആർ ഇസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എൽ ബൈ എ ആണ് അല്ലെ. അപ്പം നമുക്കിപ്പോ പറയുകയാണെങ്കിൽ ആർ ബി ആണെന്ന് നമുക്കെന്ന് പറഞ്ഞു. അതിന്റെ ഡബിൾ ആണെന്നാണ് ആർ എ എന്നാ പറയുന്നത്. അപ്പൊ ആർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണ്ടി പറ്റും? റോ ഇൻറ്റു എൽ ബൈ എ അല്ലെ. അപ്പൊ റോ ഇൻറ്റു എൽ അതേപോലെ തന്നെ നമുക്ക് അവിടെ നിൽക്കാം. എന്ന് വെച്ചാൽ എന്താ? പൈ ആർ സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ ഡയമീറ്ററിന്റെ ടൈമിലൊന്നും തന്നേക്കുന്നത് അല്ലെ. ഡയമീറ്റർ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ റോ ഇൻറ്റു എൽ ബൈ ആർ എന്ന് പറഞ്ഞാൽ d/2 ആണ്. അപ്പൊ പൈ ഡി സ്ക്വയർ ബൈ 4. റോ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ പൈ ഡി സ്ക്വയർ ബൈ 4. അതിനടുത്ത് ആർ എ പറഞ്ഞു കഴിഞ്ഞാലോ? ആർ എ എന്തൊക്കെയാ പറയുന്നത്? ഡയമീറ്ററും ലെങ്ത്തോട് ഡബിൾ ആണ് അല്ലെ. അപ്പൊ റോ ഇൻറ്റു 2l ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ഡയമീറ്റർ അവിടെ ഡബിൾ ആയി. അപ്പൊ 2d ഹോൾ സ്ക്വയർ ബൈ 4 അല്ലെ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? റോ ഇൻറ്റു 2l ബൈ 4 പൈ ഡി സ്ക്വയർ ബൈ 4. അപ്പോ 2 ഇവിടെ പുറത്ത് കഴിഞ്ഞാൽ 1/2 വരും അല്ലെ. ബട്ട് 1/2 ഇൻറ്റു റോ എൽ ബൈ പൈ ഡി സ്ക്വയർ ബൈ 4 അല്ലെ. അപ്പൊ റോയൽ ബൈ പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആർ ബി ആണ്. അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആർ ബി ബൈ 2. ആർ ബി ബൈ 2. ആർ എ ഇസ് നത്തിങ് ബട്ട് ആർ ബി ബൈ 2 എന്നുള്ള രീതിയിൽ കിട്ടി. ആർ എ ഇസ് നത്തിങ് ബട്ട് ആർ ബി ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ ആർ എ ബൈ ആർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടി പറ്റും? 1/2 എന്നുള്ള നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനിയിപ്പം ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എച്ച് ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു പാരലൽ കണക്ഷൻ ആണ്, വി കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r.
അല്ലെങ്കിൽ HA/HB എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് RA എന്ന് എഴുതാൻ വേണ്ടി പറ്റും. RA/RB എന്ന് വെച്ചാൽ 1/2. അപ്പൊ RB/RA എന്ന് വെച്ചാൽ എത്ര? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2. അപ്പൊ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ A is dash that of coil B. അപ്പൊ അതായത് HA is nothing but 2 times HB എന്ന് പറഞ്ഞു കിട്ടി അല്ലെ? HA is nothing but 2 times HB. അപ്പോൾ എന്താ? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ A is more than that of the coil B. ഓപ്ഷൻ A ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇത്രക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ മനക്കണക്കായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താ കറക്റ്റ് ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ദ പവർ ഫാക്ടർ ഓഫ് എ RLC സീരീസ് സർക്യൂട്ട് കണക്റ്റഡ് അക്രോസ് എ 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ഈസ് 0.8. If the capacitor is removed from the circuit, the power factor becomes 0.625. What will be the power factor if the inductor is also removed from the circuit? പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് തോന്നും. കാരണം വെച്ചാൽ അവിടെ തന്ന വാല്യൂസ് ഒക്കെ എന്താ എല്ലാം ഭയങ്കര ഡിഫറെന്റ് വാല്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഇത് അത്രക്കൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു RLC സീരീസ് സർക്യൂട്ട് ആണ്. ഓക്കെ, ആസ് എക്സാമ്പിൾ പറഞ്ഞുതരാം. RLC സീരീസ് സർക്യൂട്ട് ആണ്. അപ്പോൾ ഏറ്റവും എന്തുണ്ട് ഒരു വാല്യൂസ് ഒക്കെ നമുക്കവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് ആക്കുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇതൊന്നുമില്ല. കാരണം വെച്ചാൽ നമുക്ക് വാല്യൂസ് 0.8, 0.5, 0.45, 0.625, വൺ ഓഫ് ദീസ്. അപ്പോൾ ഇഫ് ദ കപ്പാസിറ്റർ റിമൂവ് ചെയ്തു, കപ്പാസിറ്റർ റിമൂവ് ചെയ്താൽ എന്താ? ഇത് RL സർക്യൂട്ട് ആയിട്ട് വന്നു. പിന്നെന്താ പറയുന്നത്? വാട്ട് വിൽ ബി ദ പവർ ഫാക്ടർ ഇഫ് ഇൻഡക്ടർ ഈസ് റിമൂവ്ഡ്? ഇൻഡക്ടറും റിമൂവ് ചെയ്തു. ഇൻഡക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? അത് പ്യുവർ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആയി അല്ലെ? പ്യുവർ R മാത്രമേ ഉള്ളൂ. പ്യുവർ R മാത്രമാണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും? യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആണെങ്കിൽ അതിന്റെ പവർ ഫാക്ടർ എന്താ? യൂണിറ്റി പവർ ഫാക്ടർ ആണ് വരുന്നുണ്ടാവുക. പവർ ഫാക്ടർ യൂണിറ്റി ആണ്. അപ്പൊ അത് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷനിൽ അവർ നിങ്ങളെ വീണ്ടും തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തേക്കുന്നത്? ഓപ്ഷനിൽ 1 കൊടുത്തില്ല. അപ്പൊ ഓപ്ഷനിൽ ഇപ്പൊ 1 ഉണ്ട്, 1 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് 1ലേക്ക് പോകും. കാരണം വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ കത്തും. അതുകൊണ്ട് തന്നെയാണ് അവരവിടെ എന്താ ഓപ്ഷനിൽ 1 കൊടുക്കാത്തത്. 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ? പ്യൂർ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആണ് നല്ല രീതിയിൽ പെട്ടെന്ന് വരും. ഇതിപ്പോ എല്ലാം വാല്യൂസിലും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ എന്താ പെട്ടെന്ന് ആ ഒരു രീതിയിലേക്ക് മൈൻഡ് പോകണമെന്നില്ല. അപ്പോഴെന്താ നിങ്ങൾക്ക് അവിടെ കുറെ സമയം വേണമെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സമയം കളയാൻ പറ്റും. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 1, സോറി, ആൻസർ 1 ആണ്. 1 ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നൺ ഓഫ് ദീസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് ഉണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. A 1 microfarad capacitor is charged to 400 volt. Find the value of voltage to which the capacitor is discharged if 0.06 joule energy is removed from the capacitor. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശരിക്കും വായിച്ചു നോക്കിയാൽ. A 1 microfarad capacitor is charged to 400 volt. Find the value of voltage to which the capacitor is discharged if 0.06 joule energy is removed from the capacitor. ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഉണ്ട് തന്നില്ല. ഫസ്റ്റ് കേസിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റർ 1 മൈക്രോഫാരഡ് കപ്പാസിറ്റർ നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ട് 400 വോൾട്ടിലേക്ക്. അപ്പൊ അവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ശരിക്കും ആ ഒരു എനർജി നമുക്ക് അവിടെ ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, E1 കണ്ടുപിടിക്കാം. ആ ഒരു വാല്യൂസ് ഒക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ ഹാഫ് CV² വെച്ചിട്ട് സിഡിയും വിഡിയും വാല്യൂ തന്നിട്ടുണ്ട്. 400 വോൾട്ട് തന്നിട്ട് 1 മൈക്രോഫാരഡ്. അപ്പൊ ആ ഒരു നമുക്ക് അവിടെ നിന്ന് E1 കിട്ടി അല്ലെ? അപ്പൊ അതിൽ എത്ര കിട്ടിയേക്കുന്നത്? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 0.06 ജൂൾ എനർജി റിമൂവ് ചെയ്തു. അപ്പോഴെന്ത് ഒരു വാല്യൂ നമുക്ക് അവിടെ കിട്ടി. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിയുടെ വാല്യൂ കണ്ടുപിടിക്കാണ് വേണ്ടുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ ഏറ്റവും നമുക്ക് എന്ത് ചെയ്യാം? എനർജി കണ്ടുപിടിക്കാം. എനർജി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്താ? ഇക്വേഷൻ എന്താ? ഹാഫ് CV² ആണ് വരുന്നുണ്ടാവും അല്ലെ? ഹാഫ് CV². അപ്പം എല്ലാത്തിന്റെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് E1 തന്നു കൊടുക്കാം. ഹാഫ് ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എത്ര? 1 മൈക്രോഫാരഡ് ഇൻറ്റു വിയുടെ വാല്യൂ എത്ര? 400² അല്ലെ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ വരാം? 400. ഇത് 10⁻⁴ വന്നു, ഇത് 10⁻⁻6, അപ്പൊ 10⁻⁻2 വന്നു. 4 × 10⁻⁻2 ഡിവൈഡ് ബൈ 2, സോറി 4 അല്ല 16, 4² അല്ലെ? 16 × 10⁻⁻2 ഡിവൈഡ് ബൈ 2 വന്നു. അപ്പൊ 8 അപ്പൊ 0.08
ജൂൾ. അതാണ് ഈ വൺ. അപ്പോൾ എന്താ 0.06 ജൂൾ എനർജി അതിൽ നിന്ന് റിമൂവ് ചെയ്തു. 0.06 എനർജി അവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0.02 ജൂൾ വരും. അപ്പം ഇതിലേക്ക് വരുമ്പോൾ എത്രയാണ് വോൾട്ട് ഇതിന്റെ വാല്യൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇ ഡാഷ് ഈസ് നത്തിങ് ബട്ട് 0.02 ജൂൾ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? വീണ്ടും നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ 0.02 ജൂൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിയുടെ വാല്യൂ എത്ര? 10⁻⁻6 ഇൻറ്റു വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു 0.02 ഡിവൈഡഡ് ബൈ 10⁻⁻6. അപ്പൊ എത്ര വരും? 10⁻6 വരും. അപ്പോൾ 10⁻6 10⁻4 4 ഇൻറ്റു 10⁻4 വരും. അപ്പൊ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് റൂട്ട് 40,000 വരും. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 200 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. പെട്ടെന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ എന്താ അവിടെ പ്രശ്നം വരാം. എന്ത് പ്രശ്നം വരാം? വോൾട്ടേജ് ടു വിച്ച് കപ്പാസിറ്റി ഡിസ്ചാർജ് ഇഫ് ദ 0.06 ജൂൾ എനർജി റിമൂവ്. അപ്പൊ നിങ്ങൾക്ക് ഈവന്റെ വാല്യൂ നിങ്ങൾക്ക് അവിടെ ഇല്ല. അപ്പൊ ആ ഈവന്റെ വാല്യൂ കണ്ടുപിടിക്കണം എല്ലാവരും പെട്ടെന്ന് നിങ്ങൾക്ക് കത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ആൻസറിലേക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. The quality factor of a RC series circuit is dash to power factor. എന്താ വരിക? നമുക്കൊരു RC സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ RC സർക്യൂട്ട് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോസ് ഫൈ ആണ്. കോസ് ഫൈ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആർ ബൈ സെഡ് ആണ് അല്ലെ. പവർ ഫാക്ടർ ഇസ് കോസ് ഫൈ ഇസ് ഈക്വൽ ടു ഇസ് നത്തിങ് ബട്ട് ആർ ബൈ സെഡ് അല്ലെ. അപ്പം പവർ ഫാക്ടറും ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഫാക്ടറാണ് നമുക്ക് അവിടെ വേണ്ടുന്നത്. അപ്പൊ സെഡ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്നാണ്. എക്സിന്റെ വില അവിടെ ഇല്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ആർ ഇസ് വെരി മച്ച് ലെസ് ദാൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ സെഡ് നമുക്ക് എന്ത് എഴുതാണ്ടി പറ്റും? അപ്രോക്സിമേറ്റ്ലി എക്സ് സി എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എഴുതാണ്ടി പറ്റും അല്ലെ. അപ്പൊ നമ്മളവിടെ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? 1/ωCR അല്ലെ 1/ωRC അല്ലെ. 1/ωCR അല്ലെങ്കിൽ 1/ωRC അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇതെന്ത് എഴുതാണ്ടി പറ്റും? എക്സി എന്ന് പറഞ്ഞാൽ എന്താ? 1/ωC ആണ്. അപ്പൊ എക്സി ഡിവൈഡ് ബൈ ആർ എന്നുള്ള രീതിയിൽ എഴുതാണ്ടി പറ്റും അല്ലെ. എക്സി ഡിവൈഡ് ബൈ ആർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമുക്ക് എന്ത് എഴുതാണ്ടി പറ്റും? സെഡ് ബൈ ആർ. എക്സി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു എന്താ വരിക? സെഡ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെഡ് ബൈ ആർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാണ്ടി പറ്റും? പവർ ഫാക്ടർ ആണ് ആർ ബൈ സെഡ് അല്ലെ. കോസ് ഫൈ ആണ് പവർ ഫാക്ടർ ആണ് ആർ ബൈ സെഡ്. ഇറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം? 1 ബൈ പവർ ഫാക്ടർ എന്ന് എഴുതാണ്ടി പറ്റും. അല്ലെങ്കിൽ പവർ ഫാക്ടർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു യു എഫ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാണ്ടി പറ്റും. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പവർ ഫാക്ടർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. എന്താ പറഞ്ഞേക്കുന്നത്? ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ്. എന്താ? The magnetic susceptibility of a paramagnetic material. It is nothing but less than 1 but positive അല്ലെ. നമ്മളിപ്പോ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, അതേപോലെ ഫെറോമാഗ്നറ്റിക്, ഈ മൂന്നിന്റെ നമ്മൾ കേസുകൾ നമ്മളൊരു ടേബിൾ ആയിട്ട് തന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡയാമാഗ്നറ്റിക്, അതേപോലെ പാരാമാഗ്നറ്റിക്, അതേപോലെ ഫെറോമാഗ്നറ്റിക് ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ ഡയാമാഗ്നറ്റിന്റെ കേസിലോ -1 ലെസ് ദാൻ സൈ ലെസ് ദാൻ 0, അതായത് സ്മോൾ ആണ്, അതേപോലെ തന്നെ നെഗറ്റീവ് ആണ് ഡയാമാഗ്നറ്റിക്കിന്റെ കേസിൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ അല്ലെ. സൈ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടോ. പാരാമാഗ്നറ്റിന്റെ കേസിലോ സൈ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ. അതായത് ലെസ് ദാൻ 1 ആണ്, ബട്ട് എന്താ പോസിറ്റീവ് വാല്യൂസ് ആണ്. സ്മോൾ ആൻഡ് പോസിറ്റീവ് എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും. അതേപോലെ ഫെറോമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിലോ ഇറ്റ് ഷുഡ് ബി വെരി ലാർജ് ആൻഡ് പോസിറ്റീവ് അല്ലെ. ഗ്രേറ്റർ ദാൻ 1000 എന്നൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും.
അപ്പോ ഡയാമാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിങ്ക് ഒക്കെയാണ് വരുന്നുണ്ടാവുക. ഇറ്റ് ഈസ് ഫീബ്ലി റിപ്പൽഡ് ബൈ ദ മാഗ്നറ്റ് ആണ് നമ്മൾ പറയുന്നുണ്ടാവുക. അതേപോലെ പേരയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഏതൊക്കെ വരിക? അലുമിനിയം, പ്ലാറ്റിനം, മാംഗനീസ് ഒക്കെയാണ് അതിന് വരുന്നുണ്ടാവുക. അതേപോലെ ഫെറോ മാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിലോ കൊബാൾട്ട്, നിക്കൽ, അയൺ ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. എക്സാമ്പിൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഡിപ്ലോമ ലെവൽ എക്സാംസിനൊക്കെ ചോദിച്ചു കാണാറുണ്ട്. എ ലെവലിൽ നിന്നും എന്ത് ചെയ്യാം, അങ്ങനെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. എന്താ ആൻസർ വരെ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. The self-inductance of a coil A is LA and that of coil B is LB. By keeping mutual inductance between the coils same, if the self-inductance of the coil B is increased 4 times, what will be the change in coupling coefficient K? What will be the change in coupling coefficient K? നമുക്ക് കപ്ലിംഗ് കോഫിഷ്യന്റെ വാല്യൂ അല്ലെങ്കിൽ കപ്ലിംഗ് കോഫിഷ്യന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എങ്ങനെ വരുന്നുണ്ടാവുക? കെ ഇസ് നത്തിങ് ബട്ട് m/√L1 and L2 അല്ലെ. അല്ലെങ്കിൽ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ കെ ഇസ് നത്തിങ് ബട്ട് m/√LA ഇൻറ്റു LB അല്ലെ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ എന്ത് പറയാൻ വേണ്ടി പറ്റും? കെ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√LA ഇൻറ്റു LB അല്ലെ. ബൈ കീപ്പിംഗ് ദി മ്യൂച്വൽ ഇൻഡക്ടൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എം അവിടെ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. അപ്പോ if the self-inductance of coil B is increased 4 times, അപ്പോ LB എന്ന് പറയുന്നത് എന്താ, 4 times ആയിട്ട് മാറുന്നുണ്ടാവും അല്ലെ. അപ്പം കെ ഡാഷ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√LA ഇൻറ്റു 4LB. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ കപ്ലിംഗ് കോഫിഷ്യന്റ്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. നമുക്ക് എന്താണ് √4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 എഴുതാൻ വേണ്ടി പറ്റും. 2√LA LB അല്ലെങ്കിൽ കെ ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√LA LB എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. K/2, അതായത് റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, കെ ഡാഷ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ കെ ഡാഷ് ഇസ് പ്രൊപ്പോർഷണൽ ടു K/2. ഓക്കെ, റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ. The two inductance coils A and B in series with the axis of one coil perpendicular to the axis of the other, then the mutual inductance is. നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്ടൻസ് എം ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ലിങ്കേജ് ആണ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്തായിരിക്കണം, 0 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ്, 0 ആണ് അവിടെ വരുന്നുണ്ടാവുക. ഇനിയിപ്പം സെയിം ആക്സിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സെയിം ആക്സിസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മാക്സിമം ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ടൻസ് ഷുഡ് ബി മാക്സിമം ആണ് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. The energy stored in an inductive coil is dash to the square of the current. Energy stored in an inductive coil, it is nothing but E is nothing but half into LA square. It is energy stored in inductive dash is directly proportional to square of the current. Directly proportional to the square of the current. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. A coil has a time constant of 2 seconds and an inductance of 4 Henry. If the coil is connected to a 40-volt source, what will be the rate of rise of current in ampere per second at in the instant of switching? എന്താ നമുക്ക് ഇക്വേഷൻ? നമുക്കറിയാം E is nothing but L into di/dt. നമുക്ക് അവിടെ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറന്റ് ആണ് വേണ്ടുന്നത് അല്ലെ. അപ്പൊ അവിടെ di/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് E/L. ഇയുടെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 40 വോൾട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എല്ലിന്റെ വാല്യൂ എത്ര? 4. ഇറ്റ് നത്തിങ് ബട്ട് 10 ആംപിയർ പെർ സെക്കൻഡ്. 10 ആംപിയർ പെർ സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വീണ്ടും നമ്മൾ എന്താ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ നല്ല കൺസെപ്റ്റ് ആണ്. എന്താ,
ദ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇസ് കോൾഡ്. എന്താ? ദ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസേഷൻ സോറി മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇറ്റ് ഈസ് കോൾഡ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് psi m is nothing but I by h അല്ലെ. psi m is nothing but I by h. It is nothing but the magnetic susceptibility. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, psi m is nothing but I by h അല്ലെ. അപ്പോ psi m എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ നമ്പർ അല്ലെ. psi എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ ആണ് അല്ലെ, അല്ലെങ്കിൽ 1 <1 അല്ലെങ്കിൽ greater than 1000 ഡയമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് കേസിൽ ഇറ്റ്സ് ജസ്റ്റ് നമ്പർ ആണ്. അതിന് എന്ത് യൂണിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതിൽ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഇവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അല്ലെങ്കിൽ അതെ, ഐ ഈസ് നത്തിങ് ബട്ട് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, ജസ്റ്റ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാൻ പറ്റും. എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നൊക്കെ നമുക്ക് അവിടെ പറയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ സൈം ഈസ് നത്തിങ് ബട്ട് ഐ ബൈ എച്ച്. അടുത്തൊരു ക്വസ്റ്റ്യൻ. The potential inside a charged hollow sphere is. The potential inside a charged hollow sphere is. It is nothing but എന്താ വരിക? നമുക്കറിയാം, ഫീൽഡ് ആണെന്നുണ്ടെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലോ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്ഫിയർ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും ഇൻസൈഡ് വരുന്നുണ്ടാവാം? സീറോ എന്ന് വരുന്നുണ്ടാവാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് സീറോ ആവാൻ കാരണം എന്താ? ദ പൊട്ടൻഷ്യലി സെയിം ആയതുകൊണ്ടാണ് അല്ലെ. സെയിം സർഫേസിലും അതേപോലെ എന്താ അവിടെയും എന്താ സെയിം ആയതാണ്. പൊട്ടൻഷ്യൽ മീൻസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി സർഫേസ് ആണ് വരുന്നുണ്ടാവും അല്ലെ, ഇൻസൈഡും സർഫേസിലും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പൊട്ടൻഷ്യലി സെയിം ആണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ത് ചെയ്തിരിക്കുന്നത്? സീറോ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് രണ്ടും ക്ലബ് ചെയ്തിട്ട് പഠിക്കുക, അതായിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്താ? ഇറ്റ് സീറോ ഇൻസൈഡ് എ കണ്ടക്ടർ സ്ഫിയർ. കാരണം എന്താ? പൊട്ടൻഷ്യലി സർഫേസിലും ഇൻസൈഡും എന്താ സെയിം ആയതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് എന്താ ഇവിടെ സീറോ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ചോദിച്ചുകൊണ്ട് സെയിം ആസ് ദാറ്റ് ഓൺ ദി സർഫേസ്. ഇലക്ട്രിക് ഫീൽഡ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഇത് ഈസ് നത്തിങ് ബട്ട് സീറോ ആണ് വരുന്നുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് ദി ഹിസ്റ്ററിസ് ലൂപ്പ് ഈസ് എ മെഷർ ഓഫ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്താ? നമ്മൾ ബി എച്ച് കർവ് കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതിനെ ബേസ് ആയിട്ടൊക്കെ എന്താ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നിങ്ങൾ എന്താ ഡയറക്റ്റ് ആയിട്ട് അവിടെ പഠിക്കണം. അതിനെ ബേസ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ദ ഏരിയ ഓഫ് ദി ഹിസ്റ്ററിസ് ലൂപ്പ് is a measure of energy loss per cycle. അല്ലെങ്കിൽ കൊയേഴ്സിവിറ്റി അല്ലെങ്കിൽ റീറ്റൻറ്റിവിറ്റി അതൊക്കെ എന്താണെന്നൊക്കെ അധികം എന്താ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ് ബി എച്ച് കർവ്. ഓക്കെ, ദ ഏരിയ ഓഫ് ദി ഹിസ്റ്ററിസ് ലൂപ്പ് is a measure of energy loss per cycle അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. The Faraday's law of electromagnetic induction and Lenz's law are summarized in the equation. It is nothing but E is nothing but minus dz by dt. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോ പറഞ്ഞു കണ്ടല്ലേ. ദ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു റെഡ്യൂസ് ദി റെസിഡുവൽ മാഗ്നറ്റൈസേഷൻ ടു സീറോ ഈസ് കോൾഡ് കൊയേഴ്സിവിറ്റി. ഡയറക്റ്റ് ഡെഫിനേഷൻ ആണ്. ഡെഫിനേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് അവിടെ ആൻസറിലേക്ക് താണ്ടി പറ്റും. അല്ലാതെ നിങ്ങൾ കൊയേഴ്സിവിറ്റി ആണോ അല്ലെങ്കിൽ റിറ്റൻറ്റിവിറ്റി ആണോ അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്താ അവിടെ സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും എന്താ അവിടെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻഡ് ഫോർ ലോവർ എന്താ പവർ ഫാക്ടർ ആണോ, വിൻഡേജ് ലോസ് ആണോ, അല്ലെങ്കിൽ കോപ്പർ ലോസ് ആണോ, അയൺ ലോസ് ആണോ വരുന്നുണ്ടാവുക? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലോവർ അയൺ ലോസ് അല്ലേ പഠിച്ചേക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പവർ ട്രാൻസ്ഫോമേഴ്സിന്റെ കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻഡ് ഫോർ ലോവർ അയൺ ലോസസ് അല്ലെ. എ ആണ് അവിടെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡി സി മോട്ടോർ. മെക്കാനിക്കൽ ക്യാർ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ട് ടോർക്ക് വേഴ്സസ് സ്പീഡാന്ന് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ താഴെ ഇലക്ട്രിക്കൽ ക്യാർ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, മെക്കാനിക്കൽ ക്യാർ എന്ന് പറഞ്ഞാൽ ടോർക്ക് വേഴ്സസ് സ്പീഡാണ് വരുന്നുണ്ടാവുക.
അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദി നമ്പർ ഓഫ് പോൾസ് ടു ഗെറ്റ് മാക്സിമം സ്പീഡ് ഫോർ ആൻ ആൾട്ടർനേറ്റർ? വി ഹാവ് n is equal to 120 f by p. അപ്പോ n is inversely proportional to pole. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് സ്പീഡ് കിട്ടണമെങ്കിൽ മാക്സിമം സ്പീഡ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? നമ്പർ ഓഫ് പോൾസ് മിനിമം ആയിരിക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നമുക്ക് ടിയുടെ ഇക്വേഷൻ അറിയാം, എന്താ? ഇറ്റ് നത്തിങ് ബട്ട് 180/2π അല്ലെങ്കിൽ കെ ഇൻറ്റു എസ് സി ടു സ്ക്വയർ ബൈ ആർ ടു സ്ക്വയർ പ്ലസ് എക്സ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ അല്ലെ. അതായത് ടി ഇസ് നത്തിങ് ബട്ട് 180/2π ഇൻറ്റു എസ് സി ടു സ്ക്വയർ ബൈ ആർ ടു സ്ക്വയർ പ്ലസ് എസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ. അപ്പോ സ്റ്റാർട്ടിംഗ് കേസിലാവുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ അവിടെ ഓപ്ഷൻ പി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്, ദ കാർബൺ ബ്രഷസ് ആർ പ്രിഫേർഡ് ഓവർ കോപ്പർ ബ്രഷസ് ഇൻ ഡി സി മെഷീൻ ടു, എന്തുകൊണ്ടാ? The carbon brushes are preferred over copper brushes in DC machines due to the self-lubricating property to avoid low wear and tear അല്ലെ. അപ്പോ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, what will be the change in EMF induced in a DC generator if the flux is reduced by 20% and speed is increased by 20%? ഫ്ലക്സ് ഇൻക്രീസ്ഡ് ബൈ 20%, അതേപോലെ എന്താ, സോറി, ഫ്ലക്സ് റെഡ്യൂസ്ഡ് ബൈ 20%, സ്പീഡ് ഇൻക്രീസ്ഡ് ബൈ 20%. നമുക്കറിയാം ഈ ഈസ് നത്തിങ് ബട്ട് N5 ZP/60A ആണ്, അല്ലെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? N5 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഈസ് പ്രൊപ്പോർഷണൽ ടു N5, അല്ലെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? E1 പ്രൊപ്പോർഷൻ ടു N1 ∅1, അതേപോലെ E2 പ്രൊപ്പോർഷണൽ ടു N2 ∅2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഫൈറ്റ് നമുക്ക് എന്ത് ഇൻ ടേംസ് ഓഫ് 5 എഴുതണം, എന്നാലും മാത്രമേ നമുക്ക് അത് കട്ടായിട്ട് പോകുന്നുണ്ടാവുള്ളൂ, എന്നാലും മാത്രമേ നമുക്ക് ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, E2 ഇൻ ടേംസ് ഓഫ് E1 ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ EMF ഇൻഡ്യൂസ്ഡ് അല്ലെ. അപ്പൊ E2/E1 ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് പറയാം. E2/E1 ഈസ് നത്തിങ് ബട്ട് N2 ∅2/N1 ∅1. ഇതിലിപ്പോ നോക്ക്, N2 എന്താവുന്നുണ്ട്, ∅2 എന്താവുന്നുണ്ട് എന്നില്ലായിരിക്കും. If the flux is reduced by 20%, flux is reduced by 20%, അപ്പോ 100% 20% കുറച്ചാൽ 0.8 80%, 0.851 ആയി. അതായത് 5 അപേക്ഷിച്ച് 20% റെഡ്യൂസ് ചെയ്തു. സ്പീഡ് എന്ത് ചെയ്തു? 20% ഇൻക്രീസ് ചെയ്തു. N1 അപേക്ഷിച്ച് 20% ഇൻക്രീസ് ചെയ്തു. അപ്പൊ 120%, അല്ലെങ്കിൽ എന്ത് ചെയ്താണ്ട് ഒരു 1.2 N1 എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പൊ അത് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് 1.2 N1 ഇൻറ്റു 0.851 ഡിവൈഡഡ് ബൈ N1 ∅1. N1 ∅1 കട്ടായി പോയി, ബാക്കി 1.2 ഇൻറ്റു 0.8 പറയുമ്പോൾ 0.96. അപ്പൊ E2 ഇസ് നത്തിങ് ബട്ട് 0.96 അന്നേരം എന്താ 100%ന്ന് 0.96% ആവണമെന്നുണ്ടെങ്കിൽ 4% റെഡ്യൂസ് ചെയ്തു. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.96 E1. ഓക്കെ, ജസ്റ്റ് എന്ത് നമ്മൾ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്, അതൊരു കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എന്ത് നമുക്ക് അവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഡി സി മോട്ടർ കണക്റ്റഡ് ടു 220 വോൾട്ട് സപ്ലൈ ടേക്ക് 60 ആംപിയർ. The power developed in the armature is maximum when the back EMF is EB is nothing but V/2 ആകുമ്പോഴാണ് പവർ എന്ത് ചെയ്യാം മാക്സിമം ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവാം അല്ലെ. അപ്പോഴെന്ത് ചെയ്യാം, വിയുടെ വാല്യൂ നമുക്കിവിടെ 220 നമുക്കറിയാം, 110 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, 110 വോൾട്ട് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, if the primary current of a transformer is twice the secondary current, then it is named as. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ, അല്ലാതെ കറന്റിനെ ബേസ് ചെയ്തിട്ടല്ല.
വി ഇൻറ്റു ഐ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം അല്ലെ. പവറിന്റെ കേസിൽ പ്രൈമറിയിൽ സെക്കൻഡറിയിൽ പവർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മളെപ്പോഴും വോൾട്ടേജിന്റെ ബേസ് ചെയ്തിട്ടാണ് അത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന രീതിയിൽ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദ പ്രൈമറി കറന്റ് ഓഫ് ദി ട്രാൻസ്ഫോമർ ഈസ് ട്വൈസ് ദി സെക്കൻഡറി കറന്റ് അല്ലെ. അപ്പൊ ഇവിടെ ഏതാ I1 ആണ് കൂടുതൽ അല്ലെ. I1 ഹൈ ആണ്, I2 എന്ത് ലോ ആണ് അല്ലെ. നിങ്ങൾക്ക് തെറ്റിപ്പോയത് പലർക്കും തെറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം എന്താ, നിങ്ങൾ എല്ലാവരും വിചാരിച്ചു I1 = 2I2 ആണ്. അപ്പൊ I1 കുറവ് I2 കൂടുതൽ എന്ന രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ മൈൻഡ് അങ്ങനെയൊക്കെ പോവാം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ച, I1 കൂടുതലും I2 എന്താ കുറവാണ്. അപ്പൊ ഇവിടെ I1 കൂടുതൽ ആയതുകൊണ്ട് തന്നെ V1 എന്തായിരിക്കണം, ലെസ് ആയിരിക്കണം. V2 എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. അപ്പൊ ലോന്ന് ഹൈയിലേക്ക്, അപ്പൊ അത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്റ്റെപ്പ് അപ്പ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാത്തത്. ഇതേപോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ആഡ് ആക്കാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ മോസ്റ്റ് economically used transformer connection is dash for small current and high voltage application. സ്മോൾ കറന്റ് ആൻഡ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർ ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, സ്റ്റാർ. ഓക്കെ, ഇതൊന്ന് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്താൽ മതി. സ്റ്റാർ ആണെന്ന് എൻ്റെ ഓർമ്മ, ഓപ്ഷൻ എ. ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യൻ. The octal number 752.222 is equivalent to which of the following? അതായത് ഒക്ടലിനെ നമ്മൾ എന്താ ഹെക്സാഡെസിമലിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. അപ്പൊ നമുക്ക് അങ്ങനെ ഒക്ടലിനെ ഡയറക്റ്റ് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നവരെ എന്ത് നമ്മൾ നേരെ അതിനെ ബൈനറിയിലേക്ക് മാറ്റാം. അപ്പൊ ബൈനറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ ഒക്ടൽ ആണല്ലേ. അപ്പൊ അവിടെ 3 ഡിജിറ്റ് ആയിട്ട് മതി. അപ്പൊ 2 നമുക്ക് എങ്ങനെ എഴുതാണ്ടി പറ്റും, 010 എന്ന് എഴുതാണ്ടി പറ്റും. 010 010 010. 5 അതായത് നമ്മൾ ആ ഇത് പഠിച്ചില്ലേ, അതായത് 111. അപ്പൊ ഇത് 1 2 4 അല്ല, 4 2 6 1 7 ആ ഒരു രീതിയിൽ. അപ്പൊ ഇവിടെ 5 ആകുമ്പോൾ 4ഉം 1 മതി. അപ്പൊ 101. 7 111. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്മൾ എന്ത് ചെയ്യുക, ഒക്ടലിനെ നമ്മൾ എന്ത് ചെയ്യുക ബൈനറിയിലേക്ക് മാറ്റി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം. ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ 4 എണ്ണമാണ് കമ്പൈൻ ചെയ്യുന്നുണ്ടാവുക. 2 3 4, ഇവിടെ ഒന്ന് സെപ്പറേറ്റ് വന്നു, 4 4. ഓക്കെ, അപ്പൊ ഇതിനെ 1 1 1 0 1, സോറി 1 1, പിന്നെ ഇതിൽ 1 1 1 0, പിന്നെ 1 0 1 0 ഡോട്ട് 0 1 0 0 1 0 0 1, പിന്നെ അവിടെ 0, അതവിടെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് 9 വരെ അതേപോലെ എഴുതും. 10A 11B 12C 13D 14E അങ്ങനെ നിങ്ങൾ പഠിച്ചേക്കുന്നത് 15F അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ എത്ര വരിക, 2 + 1 ഇങ്ങനെ നോക്കി 1 2 4 8. അപ്പൊ 8 2 10, 10 നമ്മൾ എന്താ വരിക, 10 A വരും. ഇവിടെയോ 8 4 12 2 14, 14 എത്ര വരിക, 14 E. ഇതൊന്നും അതേപോലെ തന്നെ വന്നു. ഇത് എത്ര വരും, 4. ഇതോ 8 1 9 അല്ല 0 0. അപ്പൊ നമ്മുടെ ഇതിൽ കറക്റ്റ് ആൻസർ എത്ര വരിക, 1 E A 0.49 ഹെക്സാഡെസിമൽ അല്ലെ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇപ്പൊ ഏത് കണ്ടീഷൻ ആണെങ്കിലും ജസ്റ്റ് ഏറ്റവും നമ്മളതിനെ ബൈനറിയിലേക്ക് മാറ്റുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏതിലേക്കാണ് വരുന്നത് ആ രീതിയിലേക്ക് മാറ്റുക. ഓക്കെ, 32ാമത്തെ ക്വസ്റ്റ്യൻ. 32. A 4-bit triple counter and a 4-bit synchronous counters are made using flip-flops having a propagation delay of 10 nanoseconds each.
If the worst case delay in ripple counter and the synchronous counter will be R and S respectively, then the value of R and S is. നമ്മളിവിടെ വേസ്റ്റ് കേസ് ഡിലേ ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എന്നുള്ള റിപ്പിൾ കൗണ്ടറിന്റെയും സിഗ്നസ് കൗണ്ടറിന്റെയും കേസിലാണ് ഉള്ളത്. നമ്മൾ സിഗ്നസ് കൗണ്ടേഴ്സിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രൊപ്പഗേഷൻ ഡിലേ ഇറ്റ്സെൽഫ് അല്ലെ. സിഗ്നസ് കൗണ്ടറിന്റെ കേസിൽ നമുക്ക് അവിടെ വേസ്റ്റ് ഡിലേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രൊപ്പഗേഷൻ ഡിലേ ഇറ്റ്സെൽഫ്. ഇനിയിപ്പോ റിപ്പിൾ കൗണ്ടറിന്റെ കേസിലാണെങ്കിലോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻറ്റു പ്രൊപ്പഗേഷൻ ഡിലേ അല്ലെ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ തന്നെ നമുക്ക് എഴുതാം. സിങ്ക്രണസ് കൗണ്ടേഴ്സിന്റെ ആറാണ് അല്ലെ. സിങ്ക്രണസ് കൗണ്ടറിന്റെ ആറായതുകൊണ്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി പ്രൊപ്പഗേഷൻ ഡിലേ ഇറ്റ്സെൽഫ്. പ്രൊപ്പഗേഷൻ ഡിലേ 10 നാനോ സെക്കൻഡ് ആണ്. ഇനിയിപ്പം സോറി നമ്മുടെ അടുത്ത് തെറ്റിപ്പോയി. ആറാണ് റിപ്പിൾ കൗണ്ടർ, എസ് ആണ് സിങ്ക്രണസ് കൗണ്ടർ. സിങ്ക്രണസ് കൗണ്ടേഴ്സിന്റെ കേസിൽ നമ്മൾ എന്താ പ്രൊപ്പഗേഷൻ ഡിലേ തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പൊ അത് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് 10 നയൻസ്. ഇനിയിപ്പോ റിപ്പിൾ കൗണ്ടറിന്റെ കേസിലോ നമ്പർ ഓഫ് ബിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻറ്റു പ്രൊപ്പഗേഷൻ ഡിലേ അല്ലെ. നമ്പർ ഓഫ് ബിറ്റ്സ് എത്ര വരിക? 4 ബിറ്റ് ഇൻറ്റു 10 നാനോ സെക്കൻഡ്, 40 നാനോ സെക്കൻഡ്സ്. അപ്പൊ R is equal to 40, S is equal to 10. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കോമ്പിനേഷൻ സർക്യൂട്ട് is well known for selecting a single input from a multiple inputs and guiding the binary information to the output line? the data selector അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലക്സർ എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. മക്സ് അല്ലെ. അതായത് സിംഗിൾ ഇൻപുട്ട് ഫ്രം എ മൾട്ടിപ്പിൾ ഇൻപുട്സ് അല്ലെ. സെലക്ടിങ് എ സിംഗിൾ ഇൻപുട്ട് ഫ്രം എ മൾട്ടിപ്പിൾ ഇൻപുട്സ്, അതാണ് എന്ത് ചെയ്തിരിക്കുന്നത് മക്സ്. സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെനി ടു വൺ അല്ലെ. മെനി ടു വൺ. ഇനിയിപ്പോ ഡിമക്സ് ആണെങ്കിലോ 1 to മെനി അല്ലെ. 1 to മെനി അല്ലെങ്കിൽ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പൊ ഇവിടെ ഡാറ്റ സെലക്ടർ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ്. 34 35 അവിടെ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഇല്ലാത്ത കേട്ടോ. 33 കഴിഞ്ഞ നേരെ 36ലേക്ക് പോയിരിക്കുന്നത്. The design and architecture of an arithmetic and logic circuit is established on which scheme? Yes, the കോമ്പിനേഷൻ ലോജിക് അല്ലെ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇതിനൊന്നും കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The clock frequency of an 8085 microprocessor is 10 megahertz and the time required to execute an instruction is 1.2 microsecond. Then the T states needed for executing the instruction is. നമുക്ക് അവിടെ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താ ഇക്വേഷൻ വരുന്നത്? അതായത് ദ ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ഇസ് നത്തിങ് ബട്ട് ദി പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ആൻഡ് ക്ലോക്ക് പീരീഡ്. അതിലെന്താ നമുക്കവിടെ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് നമുക്കവിടെ ഡയറക്റ്റ് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ഇക്വേഷൻ വന്നേക്കുന്നത്? The time required to execute an instruction is nothing but a number of t states into clock frequency. അല്ല ക്ലോക്ക് പീരീഡ് അല്ലെ. ഓക്കെ ഓക്കെ, ക്ലോക്ക് പീരീഡ് ആണ് ക്ലോക്ക് ഫ്രീക്വൻസി അല്ല. ടി ക്ലോക്ക് ആണ് വരുന്നുണ്ടാവുക. ടി ക്ലോക്ക് ആണ് നമുക്കിവിടെ ക്ലോക്ക് ഫ്രീക്വൻസി വന്നേക്കുന്നല്ലേ. തെറ്റിക്കരുത്, ക്ലോക്ക് പീരീഡ് ആണ് കേട്ടോ. ഓക്കെ, ക്ലോക്ക് ഫ്രീക്വൻസി അല്ല, ക്ലോക്ക് പീരീഡ് ആണ് വരുന്നുണ്ടാവുക. ക്ലോക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ടി ക്ലോക്ക് ഈസ് സത്യമായിട്ട് 1/f ക്ലോക്ക് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ടൈം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എത്ര? 1.2 മൈക്രോ സെക്കൻഡ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 1.2 ഇൻറ്റു 10⁻⁻6 ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ്. ഇതിന്റെ ക്ലോക്ക് പീരീഡ് നമുക്ക് അവിടെ തന്നില്ല, പകരം എന്താ എഫ് ക്ലോക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ക്ലോക്ക് പീരീഡ് ഈസ് നത്തിങ് ബട്ട് 1/f ക്ലോക്ക് ആണ്. അപ്പൊ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ് ഈസ് നത്തിങ് ബട്ട് 1.2 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു
എഫ് ക്ലോക്കിന്റെ പേര് എത്ര 10 × 10⁶. അപ്പോൾ 1.2 × 10 12 ടി സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, 37ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ജസ്റ്റ് വേണമെങ്കിൽ ഒരു കാൽക്കുലേറ്റീവ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് സിമ്പിൾ ആണ്. When two processes 1 and 2 executing the same instruction set and under identical conditions, then a same input program running on the second processor takes 25% less time and but incurs more than 20% more clock cycles per instruction as compared to the program running on the first processor. If the clock frequency of the first processor is 1 GHz, then the frequency of the second processor is. The answer is എങ്ങനെ ചെയ്യാം? Clock frequency of the first processor is 1 GHz. The frequency of the second processor is. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിലിപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? When the two processor 1 and 2 executing the same instruction set. Same instruction sets. അപ്പൊ നമുക്ക് അവിടെ എന്തുണ്ട്? നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താ പഠിച്ചേക്കുന്നത്? നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ ദ ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ CPI ഇൻറ്റു ക്ലോക്ക് ടൈം എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. CPI എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ അല്ലെ? ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ. അതൊക്കെ നമുക്ക് അവിടെ തന്നിട്ടില്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്ത് നോക്കാം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്തിനാ? നമുക്ക് നോക്കാം എങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് പോകാം. നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ നമുക്ക് സെയിം ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കയറി പിടിക്കണം. നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോട്ട് ദ ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ, അതിനാണ് നമ്മൾ CPI എന്നുള്ള രീതിയിൽ എഴുതുന്നത്, ഇൻറ്റു ക്ലോക്ക് ടൈം T ക്ലോക്ക് അല്ലെ? അപ്പൊ നമുക്കിവിടെ ക്ലോക്ക് ഫ്രീക്വൻസിന്റെ കേസിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ക്ലോക്ക് ടൈം നമ്മൾ എന്താ എഫ് ക്ലോക്കിന്റെ ടൈമിലേക്ക് നമുക്ക് മാറ്റാം. ടോട്ടൽ ടൈം ഇൻറ്റു എഫ് ക്ലോക്ക് ഡിവൈഡഡ് ബൈ CPI. അപ്പൊ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവിടെ സെയിം ആണെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് T1 T2ന്റെ റേഷ്യോ എടുക്കാം. അതായത് ടോട്ടൽ ടൈം റേഷ്യോ എന്താ വരിക? അവിടെ 100 എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോസസർ ടേക്സ് 25% ലെസ് ടൈം. 25% ലെസ് ടൈം എന്ന് പറയുമ്പോൾ 100:75. ഇപ്പൊ നമുക്ക് എങ്ങനെ 4:3 നേതാണ്ട്. ഇനിയോ ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷന്റെ റേഷ്യോ നമുക്ക് എടുക്കാണ്ട് പോലെ CPI1:CPI2 എന്താ പറയുക? 20% മോർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? 100:120 അപ്പോ 5:6 അല്ലെ? അപ്പോ നമ്മൾ എന്താ പറയുക? നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് സെയിം ആണ്. അപ്പോ ടോട്ടൽ ടൈം T1 ഇൻറ്റു എഫ് ക്ലോക്ക് 1 വരെ നമ്മൾ ജസ്റ്റ് F1 ഡിവൈഡ് ബൈ CPI1 should be equal to T2 into F2 divided by CPI2. നമുക്കിവിടെ എന്താ വേണ്ട? ഫ്രീക്വൻസി ഓഫ് ദി സെക്കൻഡ് പ്രോസസർ F2 ആണ് കണ്ടുപിടിക്കേണ്ടത്. F2 is nothing but ഈ T2 ഇങ്ങോട്ട് ഇടുന്നു. അപ്പൊ T1/T2 into CPI2 divided by CPI1 into F1. T1/T2 എന്ന് പറഞ്ഞാല് T1 is to T2. It is nothing but 4/3 into CPI2/CPI1. CPI1/CPI2 എന്ന് പറഞ്ഞാൽ 5/6 ആണ്. അപ്പോൾ 6/5 into F1 1 GHz. 6ഉം 3ഉം പോയി, ബാക്കി 2 8/5 അല്ലെ? 8/5
സോറി ഗിഗാ ഹെഡ്സ് അല്ലേ. ഓക്കെ, 8/5 ഗിഗാ ഹെഡ്സ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. 8/5 ഗിഗാ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 16/10. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1.6 ഗിഗാ ഹെഡ്സ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നല്ലൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആ ഇക്വേഷൻ ജസ്റ്റ് എന്ത് ചെയ്താൽ അറിഞ്ഞു നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. മൈക്രോപ്രൊസസ്സർ എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ 8085 അസംബ്ലി ലാംഗ്വേജ് എ സീക്വൻസ് ഓഫ് ടു രജിസ്റ്റേഴ്സ് that multiplies the content of D register pair by 2 and stores that results in a HL pair. HL register pair is two registers that multiplies the content of D register by 2 and stores that result in HL register pair. അപ്പൊ എക്സ്ചേഞ്ച് ഡാറ്റ് എച്ച് അല്ലെ, അതായിരിക്കും എന്ത് അവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ആണ് അവിടെ വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, റെസൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എത്ര ആൻസർ ആയിട്ടാ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Resolution. Find the resolution of a 10-bit analog to digital converter for an input range of 10 volt. അപ്പൊ നമുക്ക് റെസൊല്യൂഷൻ ഈസ് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം. എന്താ പഠിച്ചേക്കുന്നത്? റെസൊല്യൂഷൻ ഈസ് നത്തിങ് ബട്ട് VFS ഡിവൈഡ് ബൈ 2⁻n−1. ഈ ഫുൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ എത്ര വരും? 10 വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എത്ര ബിറ്റ്? 10 ബിറ്റ്. അപ്പൊ 2⁻10 അല്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? അപ്രോക്സിമേറ്റ് ആയിട്ട് 9.7 മില്ലി വോൾട്ട് അല്ലേ വരിക. ഓക്കെ, 9.7 മില്ലി. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ജസ്റ്റ് എന്താ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. അടുത്തത് എന്താ? With the available head of 1 meter to develop 1 HP power output from a hydroelectric power plant, the speed at which the turbine will rotate it. It is nothing but the specific speed അല്ലെ. ഡയറക്റ്റ് എന്താ പിന്നെ കൺസെപ്റ്റ് ആണ്, അതായത് ഡെഫിനിഷൻ ആണ് അല്ലെ. അതായത് യൂണിറ്റ് പവറും യൂണിറ്റ് ഹെഡും അല്ലെ, യൂണിറ്റ് ഹെഡും യൂണിറ്റ് പവറും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റൊട്ടേറ്റ് അറ്റ് സ്പെസിഫിക് സ്പീഡ് അല്ലെ. ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ്, വേറെ ഒന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോഡറേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ടു സ്ലോ ഡൗൺ ദി ഫാസ്റ്റ് മൂവിംഗ് ന്യൂട്രോൺസ് ഷുഡ് ഹാവ് ലോ മോളിക്കുലർ വെയിറ്റ് അല്ലെ. ലോ മോളിക്കുലർ വെയിറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇതൊക്കെ ആ ഒരു പവർ പ്ലാന്റ്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. ഓരോ ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ്സ് വരുമ്പോഴും അതിലെ കാര്യങ്ങൾ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവിടെ ലോ മോളിക്കുലർ വെയിറ്റ്. A conductor is composed of 7 identical copper strands, each having a radius of 2 centimeters. Then its self GMD of the conductor will be. സെൽഫ് GMD ജസ്റ്റ് നിങ്ങൾ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? എന്താ പഠിച്ചേക്കുന്നത്? 2.177 R എന്നല്ലേ പഠിച്ചേക്കുന്നത്. ഇപ്പൊ ഇവിടെ ആറിന്റെ പേര് എത്ര? 2 സെന്റിമീറ്റർ. 4. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, 4.35 സെന്റിമീറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. A circuit breaker has interrupted the current at the instant when its value is 5 kiloampere with the inductance 10 millihenry and capacitance 1 microfarad. What will be the resistance value required for the resistance switching process? നിങ്ങൾ റെസിസ്റ്റൻസ് സ്വിച്ചിങ് പ്രോസസ് പവർ സിസ്റ്റത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. R is nothing but 1/2 delta into root of L/C. R is nothing but 1/2 delta into root of L/C. ഡെൽറ്റ നമ്മൾ ബട്ട് ഡാമിംഗ് കോഫിഷ്യന്റ്. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 1 റെസിസ്റ്റൻസ് സ്വിച്ചിങ്ങിന്റെ സമയത്ത് നമുക്കവിടെ എന്ത് വരാൻ പറ്റും? ഡെൽറ്റയുടെ വാല്യൂ 1 ആയിരിക്കും അല്ലെ.
ഓക്കെ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ഇൻഡക്ടറിന്റെ വാല്യൂ 10 mH, കപ്പാസിറ്ററിന്റെ വാല്യൂ 1 μF. 1/2 ഇൻറ്റു ഇത് 10⁻² വരും അല്ലെ. 10⁻²ഉം 10⁻8 വരും അല്ലെ. സോറി, μF 10⁻6 ആണ് വരിക അല്ലെ. അപ്പോ 10⁻6 വരും, സോറി 10⁻² വരും, 10⁻6 വരും. അപ്പോ റൂട്ട് 10⁻4 വരും. അപ്പൊ 100/2 വരും, 50 വരും. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി 50 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. An overcurrent relay of current rating 5 ampere and setting 150% is connected to a 200/5 ampere CT. Then the line current required to pick up the relay is. Then the line current required to pick up the relay. IF-ന്റെ വിലയാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. ഫോൾട്ട് കറന്റ് വിലയാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ PSM-ന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ, it is nothing but the fault current divided by current setting into rated secondary current into CT ratio. അല്ലെ, fault current divided by current setting into rated secondary current into CT ratio. ഇതിലിപ്പം പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ നമുക്ക് അവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയറിന്റെ കേസിൽ PSM-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1 ആണ് വരുന്നുണ്ടാവുക അല്ലെ. അപ്പോ ഇപ്പോൾ മിനിമം വാല്യൂ എന്തായിരിക്കും നേരം? 1 ആയിരിക്കും അല്ലെ. കാരണം വെച്ചാൽ IF മിനിമം ആണ് അവിടെ പറഞ്ഞത്. അപ്പൊ PSM-ന്റെ വാല്യൂ എന്തായിരിക്കണം? അവിടെ മിനിമം 1 ആയിരിക്കും വരണം. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ 1 എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ IF ഡിവൈഡ് ബൈ കറണ്ട് സെറ്റിംഗിന്റെ വാല്യൂ എത്ര വരിക? 150%. അപ്പൊ 150/100 1.5 ഇൻറ്റു റേറ്റഡ് സെക്കൻഡറി കറണ്ട് പറഞ്ഞാൽ 5, CT റേഷ്യോ 200/5. അപ്പൊ IF is nothing but 200, 5 കട്ടായി 200 ഇൻറ്റു 1.5. അപ്പോ 300 ആംപിയർ. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അല്ല നിങ്ങൾക്ക് അവിടെ എന്താ, നിങ്ങൾക്ക് അവിടെ ഓക്കെ 300 ആംപിയർ. അല്ലാതെ നമ്മൾ ആ ഒരു ഒന്നും കൂടി ആ ഒരു ഇതിന്റെ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് PSM എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഫോൾട്ട് കറന്റ് ഡിവൈഡ് ബൈ റിലേ കറന്റ് സെറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ പിക്കപ്പ് കറന്റ് നമുക്ക് കറന്റ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? റേറ്റഡ് സെക്കൻഡറി കറന്റ് ഇൻറ്റു കറന്റ് സെറ്റിംഗ്. അതന്നെ ഈ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്യാം? കറന്റ് സെറ്റിംഗ് ഇൻറ്റു റേറ്റഡ് സെക്കൻഡറി കറന്റിന്റെ ടേംസിലേക്ക് നമ്മൾ മാറ്റി കറന്റ് സെറ്റിംഗ് 1.5, CT റേഷ്യോ 200/5, റേറ്റഡ് സെക്കൻഡറി കറന്റ് 5. അപ്പോൾ അതിനെ പിക്കപ്പ് എന്ന് വെച്ചാൽ 5 ഇൻറ്റു 1.5 7.5 ആംപിയർ ആയിട്ട് കിട്ടും. ഫോർ 7.5 ആംപിയർ കറന്റ് എന്തായിരിക്കും? 200/5 ഇൻറ്റു 7.5 ചെയ്ത് കഴിഞ്ഞാൽ 200/5 ഇൻറ്റു 7.5 ചെയ്ത് കഴിഞ്ഞാൽ 300 ആംപിയർ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം ജസ്റ്റും കൂടി ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് എല്ലാം എന്താ സെയിം തന്നെയാണ്, ഒരേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എല്ലാത്തിലേക്കും പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. The most appropriate way of mitigating the problem of interference between the power line and the communication line is nothing but the transpose of power line ആണോ കമ്മ്യൂണിക്കേഷൻ ലൈൻ ആണോ? പവർ ലൈൻ ആണോ കമ്മ്യൂണിക്കേഷൻ ലൈൻ ആണോ? നമ്മൾ എന്താ ട്രാൻസ്പോസ് ചെയ്യുന്നുണ്ടാവും പവർ ലൈൻ ആയിരിക്കും അല്ലെ. തെറ്റിക്കരുത്, ഇത് പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മള് ട്രാൻസ്പോസിഷൻ ഓഫ് ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. ട്രാൻസ്പോസിഷൻ അതായത് ഈക്വൽ ഇന്റർവെല്ലില് അല്ലെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഇല്ലാതെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. നമ്മളിപ്പോ ട്രാൻസ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് പലതും സെയിം ആവുന്നൊക്കെ ഉണ്ടാവും.
എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും നിങ്ങൾ താഴെ കമന്റ് ട്രാൻസ്പോസ് ദി പവർ ലൈൻ അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് വിൽ ബി ദി നേച്ചർ ഓഫ് ഫോൾട്ട് ഇഫ് ദ പവർ സിസ്റ്റം ഈസ് സബ്ജക്റ്റഡ് ടു എ ഫോൾട്ട് which makes the zero sequence component of the actual current equal to the zero. That is nothing but the line to line fault അല്ല, ഡബിൾ എൽ ഫോൾട്ട് ആണ് വരുന്നുണ്ടാവുക. Which of the following stability is increased with the use of high speed circuit breakers in the power system? എന്താ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റിയും അതേപോലെ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റിയും പഠിക്കുമ്പോൾ അതിൽ നമ്മൾ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി മാത്രമാണ് നമുക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഹൈ സ്പീഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിക്കാട്ടോ, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ വരിക? A transmission line has 4 units of string insulators. The voltage across the bottommost unit is 45% of the total voltage. Then the string efficiency of the arrangement is. ഇത് പെട്ടെന്ന് കാണുമ്പോൾ എന്താ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താ? സ്ട്രിങ് എഫിഷ്യൻസി ഈറ്റ ഈസ് നത്തിങ് ബട്ട് വി ബൈ എൻ വി വൺ. നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ വോൾട്ടേജ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടില്ല. അതേപോലെ വി വൺ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ടോട്ടൽ വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. പെട്ടെന്ന് നമ്മൾ ടോട്ടൽ വോൾട്ടേജ് എത്താത്തതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിലേക്ക് ചിലപ്പോൾ എന്താ പലരുടെയും മൈൻഡ് പോകുന്നുണ്ടാവാം. പക്ഷെ അവിടെ കുഴപ്പമില്ല. ടോട്ടൽ വോൾട്ടേജ് വി ഇത്ര 4 യൂണിറ്റ്സ് 45% ഓഫ് ടോട്ടൽ വോൾട്ടേജ് 0.45 വി വൺ നമ്മൾ എന്ത് ചെയ്യുക 0.45 വിയിലേക്ക് നമ്മൾ അതിനെ മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ വിയും കട്ടായി പോയി. അപ്പൊ അതുകൊണ്ട് 1/4 ഇൻറ്റു 0.45. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? 100/4 ഇൻറ്റു 45. 100/4 25/45 5/9. 5/9 എന്ന് പറയുമ്പോൾ എത്ര അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5/10 ആണെങ്കിൽ എന്ത് വരും? 5/10 ആണെങ്കിൽ 0.5 വരും. അപ്പൊ 5/9 ആകുമ്പോൾ 5-നേക്കാട്ടും കൂടുതൽ, കുറച്ച് കൂടുതൽ. അപ്പൊ 55.55. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇൻറ്റു 100 കൂടി വരും. ഇൻറ്റു 100 കൂടി ആകുമ്പോഴാണ് 55.55% രീതിയിൽ വരുന്നത്. നമ്മൾ 0.555 എന്നുള്ള രീതിയിലേക്കുള്ള ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ? 5/10 ആണെങ്കിൽ 0.5 എന്നുള്ള രീതി കറക്റ്റ് കിട്ടും. 5/9 ആയതുകൊണ്ട് 0.5-നെക്കാട്ടി കുറച്ച് വലിയ ആയാലും അപ്പൊ 55.555. 66 എന്തായാലും വരൂല. ഓക്കെ, ഇതേപോലെ നമുക്ക് കറക്റ്റ് ആൻസർ അറിയുന്നുണ്ടെങ്കിലും അത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ അവിടെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. A single phase two conductor line separated at a distance of 1.5 meter apart with a radius of 2 centimeter each produces self-inductance of. എങ്ങനെ ചെയ്യാം? ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. എങ്ങനെ ചെയ്യാം? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്താ? ഇൻ ടേംസ് ഓഫ് L is equal to എന്താ? mu0/2 pi into ln d/r dash അല്ലെ. അപ്പോ r dash എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് അറിയാം? 0.7788 അല്ലെ. അപ്പോ അതേപോലെ മ്യൂസറോ എന്ന് വെച്ച് കഴിഞ്ഞാല് 4 pi into 10⁻⁻7 ആണ് ഡിവൈഡ് ബൈ 2 pi അല്ലെ. അപ്പൊ 4 pi into 10⁻⁻7 ഡിവൈഡ് ബൈ 2 pi into ln ഡിയുടെ വാല്യൂ നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 1.5 മീറ്റർ എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ 1.5 ഡിവൈഡ് ബൈ r dash എന്ന് പറഞ്ഞാൽ 0.7788 ഓക്കെ, പാറിന്റെ കാര്യം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? 1.83 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ എന്ന രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. 1.83 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ എന്നുള്ള രീതിയിൽ അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല താഴെ കമന്റ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ഈസ് ഓൾസോ കോൾഡ്. ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് കമ്മ്യൂട്ടേഷൻ. അല്ല, ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇസ് ഓൾസോ നോൺ ആസ് സെൽഫ് കമ്മ്യൂട്ടേഷൻ. 52ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ. ഓക്കെ, അതിന് 53ാമത്തെ ക്വസ്റ്റ്യൻ. എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഹാസ് an input voltage of 200 volt. The conduction time of the thyristor is 300 microsecond and the output voltage is 600 volt. The pulse width is half for a constant frequency operation. The new output voltage will be. ഇത് നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ടി കണ്ടുപിടിക്കണം.
കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ പ്രൊസീജിയർ എന്താ വരുന്നത്? നമുക്കറിയാം വി ഔട്ട് ഇസ് ഈക്വൽ ടു 1/1 - ആൽഫ ഇൻറ്റു വി ഇൻ ആണ് ഫോർ എ സ്റ്റെപ്പ് ചോപ്പർ അല്ലെ. സ്റ്റെപ്പ് ഡൗൺ ആണല്ലോ, വി ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു വി ഇൻ ആണ് വരുന്നുണ്ടാവും സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിന്റെ കേസിൽ. സ്റ്റെപ്പ് അപ്പിന്റെ കേസിലാണ് വി ഔട്ട് ഇസ് ഈക്വൽ ടു 1/1 - ആൽഫ ഇൻറ്റു വി ഇൻ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ടി ഓൺ ബൈ ടി എന്ന് വെച്ചാൽ ആൽഫയാണ്, അത് നമുക്ക് ടിയുടെ വാല്യൂ കിട്ടി. സിൻസ് ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്താ ടി ടി പറഞ്ഞാൽ എന്താ സെയിം തന്നെയാണ് വരുന്നത് 450 എത്രയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ കിട്ടോടെ കിട്ടുന്നുണ്ടാവാം. അതിൽ നിന്ന് നമുക്ക് ടി ഓണിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആ ടി ഓൺ എന്ത് ചെയ്തു, ടി ഓൺ നമുക്ക് കിട്ടിയതിന് ഓൺ ടൈം നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ. ടി ഓൺ എന്തായാലും അതിന്റെ ഹാഫ് ആണെന്ന് പറയാം. കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്നിട്ട് എന്ത് ചെയ്യാം, വീണ്ടും വി ഔട്ട് വ്യൂ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. ഫസ്റ്റത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫസ്റ്റത്തെ കേസിൽ വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു 1/1 - ആൽഫ ആണ് ഫോർ എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. വി ഔട്ട് ഇസ് ഈക്വൽ ടു 1/1 - ആൽഫ ഇൻറ്റു വി ഇൻ അല്ലെ. വി ഔട്ട് എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 600 വോൾട്ട് തന്നിട്ടുണ്ട്. വി ഇന്നോ 200 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 1/1 - ആൽഫ. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് കിട്ടും? ആൽഫയുടെ വാല്യൂ കിട്ടും. എത്ര കിട്ടും? 1 - ആൽഫ ഇസ് ഈക്വൽ ടു 200/6 600 വെച്ചാൽ 1/3 വന്നു. ആൽഫ ഇസ് ഈക്വൽ ടു 1 - 1/3 2/3 എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടി. നമുക്കവിടെ ടി ഓണിന്റെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. ടി ഓണിന്റെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 300 മൈക്രോ സെക്കൻഡ്. അപ്പൊ ടി ഓൺ ബൈ ടി ആണ് നമ്മൾ ആൽഫ ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ. അപ്പോ ടി ഓൺ എന്ന് വെച്ചാൽ 300 മൈക്രോ സെക്കൻഡ് ഡിവൈഡ് ബൈ ആൽഫ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടി കിട്ടി അല്ലെ. അപ്പൊ എത്ര വരും? 300/2 150. 150 3 വെച്ചാൽ 450 മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ടി കിട്ടി. ടോട്ടൽ ടി എന്ന് പറഞ്ഞാൽ 450 മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടി. പിന്നെ അടുത്ത എന്താ വേണ്ടേ? ഇവിടെ ഫ്രീക്വൻസി എന്താ കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൾസ് വിടുത്ത് ഹാഫ് ചെയ്തു. നമുക്ക് രണ്ടാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പൾസ് വിടുത്ത് അവിടെ ഹാഫ് ചെയ്തു. അപ്പൊ ടി ഓൺ എന്ന് പറഞ്ഞാൽ എത്ര വരും? 300/2 150 മൈക്രോ സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഇതിൽ ആൽഫ ന്യൂയുടെ വില നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ ന്യൂ എന്ന് വെച്ചാൽ ടി ഓൺ ബൈ ടി ആണ്. 150/450 1/3 എന്ന് പറഞ്ഞ കിട്ടി അല്ലെ. അതിന് ഔട്ട് എന്താ നമുക്ക് വി ഔട്ട് ന്യൂ ന്യൂ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ നമ്മൾ എന്താ തന്നെ 1/1 - ആൽഫ ഇൻറ്റു വി ഇൻ. അപ്പൊ 1/1 - ആൽഫ എന്ന് വെച്ചാൽ 1/3 ഇൻറ്റു വിന്റെ വില എത്രയാ? 200 വോൾട്ടേജ് ആണ് വരുന്നത് അല്ലെ. ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 600/2 ജസ്റ്റ് അതിമ്പോട്ട് 300 വോൾട്ട് എന്ന് വരും. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് പെട്ടെന്ന് അവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ കുറച്ചൊന്നും ടൈം കൺസ്യൂമിംഗ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ എന്താ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്താ നമുക്ക് അവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പോകാന്നാല് 54ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്താ പറയുന്നത്? 3 SCRs are connected to form a series string. The voltage across these thyristors are 300 volt, 250 volt, and 200 volt respectively. If the current flowing through these thyristors are 5 ampere, 9 ampere, and 11 ampere respectively, then what will be the value of equalizing resistance to be connected across each SCR? എങ്ങനെ വരിക? ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാ വേണ്ടി പറ്റുക? നമുക്ക് ഇതിന്റെ ഏറ്റവും നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞേക്കുന്നത്? 3 SCRs are connected to form a series string. The voltage across these thyristors are 300 volt, 250 volt, and 200 volt respectively. If the current flowing through these thyristors are 5 ampere, 9 ampere, and 11 ampere, what will be the values of equalizing resistance? ഇതാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈക്വലൈസിംഗ് റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോ നമുക്ക് ഇതിലേക്കൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ കറന്റ് ഫ്ലോയിങ് 5 ആംപിയർ ആണ് തന്നിട്ടുണ്ട്, 9 ആംപിയർ ആണ് തന്നിട്ടുണ്ട്, 11 ആംപിയർ തന്നിട്ടുണ്ട്. ഈ കറന്റ് ഐ ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഐ ആണെന്നുണ്ടെങ്കിൽ
ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഓരോ കറണ്ട് എന്തായിരിക്കും? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? I-5. ഐ ഇവിടെ എത്തി. ഇവിടെ എന്തായിരിക്കും? ഇവിടെ വീണ്ടും ഐ തന്നെയല്ലേ വരിക, കാരണം വെച്ചാൽ അത് ഇവിടത്തേക്ക് വന്നല്ലോ. I-9 ആയി. ഇതെന്തായി? I-11 ആയി. ഓക്കെ. അപ്പോ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമുക്കറിയാം വി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? വി എസ് ഇസ് നത്തിങ് ബട്ട് എല്ലാത്തിന്റെ സം I-5 പ്ലസ്, കാരണം വെച്ചാൽ ഇവിടെയുള്ള റെസിസ്റ്ററിന്റെ വാല്യൂസ് എല്ലാം എന്താ? 6 ആണ് അല്ലെ? പ്ലസ് I-9 പ്ലസ് I-11 ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? വി എസ് ആയിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇതിന് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു സെപ്പറേറ്റ് ഒരു മെത്തേഡ് ഉണ്ട്. എന്താ മെത്തേഡ് പറഞ്ഞേക്കുന്നത്? നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യാം? I-5ന്റെ ടേംസിലേക്ക് നമുക്ക് എഴുതണം. ഓക്കെ, I-9 ആണെങ്കിൽ I-7 ആണ്. അതൊക്കെ എന്താ നമ്മൾ എന്ത് ചെയ്യാം? I-5ന്റെ ടേംസിലേക്ക് നമുക്ക് എഴുതണം. കാരണം എന്താ? നമ്മൾ പറയുന്നുണ്ടാവുക നമ്മളെ the voltage drop across the SCR will be maximum the forward blocking voltage എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇതിൽ 300 വോൾട്ട് ആണുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസ് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? അല്ല, I-5ന്റെ ടേംസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോ അതായത് വി മാക്സ് എന്ന് പറഞ്ഞാൽ 300 വോൾട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് I-5ന്റെ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്? I-5ന്റെ ടേംസിലേക്ക് നമ്മൾ അവിടെ എഴുതുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? I-5 പ്ലസ് I-9 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I-5 മൈനസ് എന്തുണ്ട്? അതിലൂടെ ഒരു 4 കൂടി ഉണ്ടല്ലേ? അപ്പോ -4 പ്ലസ് I-5 മൈനസ് എന്തുണ്ട്? ഒരു 6 കൂടി അവിടെ വരും. അപ്പൊ ഈ ഒരു രീതിയിൽ എന്താ നമുക്ക് അവന് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ഇക്വേഷൻ 1 എന്ന രീതിയിൽ നമുക്ക് അവിടെ വെച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സ്ട്രീം കേസ് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് SCR വിൽ ബി മാക്സിമം ഫോർവേഡ് ബ്ലോക്കിംഗ് വോൾട്ടേജ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താണ്ട് പറ്റും? വി മാക്സ് ഇറ്റ് നത്തിങ് ബട്ട് എന്താ 300 വോൾട്ട് ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് I-5 ഇൻറ്റു ആർ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു വാല്യൂ എന്താ നമ്മുടെ ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 2 in 1. I-5 ഇൻറ്റു ആറിന് വരെ 300 വോൾട്ട് കൊടുക്കാം പ്ലസ് 800 -4R പ്ലസ് -6R വിച്ച് ഷുഡ് ബി ഈസ് ഈക്വൽ ടു ദ വി എസ്. വി എസിന്റെ വാല്യൂ എത്ര വരും? 300 പ്ലസ് 250 പ്ലസ് 200 അല്ലെ? അപ്പൊ 3 2 5 2 7 750 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, 300 പ്ലസ് 250 പ്ലസ് 200 അതാണ് ടോട്ടൽ 750 അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താ? 300 300 600 900 അല്ലെ? 900 മൈനസ് 750 വിച്ച് ഷുഡ് ബി ഈക്വൽ ടു 6 4 16 16 is equal to 150. R is equal to 15 ohm. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? സംഭവം ക്ലിയർ അല്ലേ? ജസ്റ്റ് എന്തായാലും ഒന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലംസ് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എഴുതാണ് വേണ്ടത്. ഇതേപോലെ ഈക്വലൈസിംഗ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടെടുക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ജസ്റ്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് ആ ഒരു വാല്യൂസ് നമ്മൾ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എന്നിട്ട് എന്താ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അതിനുള്ള ഹയസ്റ്റ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ വി മാക്സ് 300 വോൾട്ട് ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് I-5 ഇൻറ്റു ആർ ആണ് അല്ലെ? എന്നിട്ട് എന്താ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആറിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്നബ്ബർ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് വിത്ത് തൈറിസ്റ്റേഴ്സ് ടു എന്താ വരിക? ടു ലിമിറ്റ് ദി റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് dV/dt അല്ലെ? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ 56-ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. If the latching current of a thyristor is 4 milliampere, then the minimum width of the gate pulse required to properly turn on the thyristor shown in the circuit given below is. ഗേറ്റ് പൾസിന്റെ മിനിമം എടുത്താണ് പറഞ്ഞേക്കുന്നത് അല്ല? നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? വി ഇസ് നത്തിങ് ബട്ട് L ഇൻറ്റു di/dt. അതിൽ ഡിടിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡിടിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? dt is nothing but v ഇൻറ്റു Li/v. എല്ലിന്റെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എത്ര? 0.1. വിയുടെ വാല്യൂ എത്ര? 100 വോൾട്ട് ഇൻറ്റു ഡിയുടെ വാല്യൂ എത്ര? ദിസ് നത്തിങ് ബട്ട് 4 milliampere. അപ്പോ 4 ഇൻറ്റു 10⁻⁻4 ഡിവൈഡ് ബൈ 10 സ്ക്വയർ. 4 ന് 10⁻⁻6 സെക്കൻഡ് ഇതിൽ കിട്ടുന്നുണ്ടാവും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4 മൈക്രോ സെക്കൻഡ്. ഓപ്ഷൻ സി ആണ് അവിടെ
കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നത്തിങ് ബട്ട് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് ആണെങ്കിൽ VM ആണ് വരുന്നത്. അല്ല ഇതിന്റെ ഒരു ടേബിൾ ഒക്കെ ഉണ്ട്. ആ ഒരു ടേബിൾ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ an op-amp has a differential gain of 10,000 and a CMRR is equal to 100 dB. The common mode voltage gain is. The common mode voltage gain is. നമുക്കറിയാം എന്താ CMRRന്റെ ഇക്വേഷൻ തരാം. ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡ് ബൈ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ അല്ല. അപ്പൊ വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡഡ് ബൈ CMRR അല്ലെ. അപ്പോ ഇതിലിപ്പോ നമുക്ക് തന്നിരിക്കുന്നത് CMRR ഓഫ് 100 dB എന്നല്ല ഇതിലാണ് നമുക്ക് തന്നിട്ടിരിക്കുന്നത്. അപ്പൊ അതിന് CMRRന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ടെൻ റേസ് ടു 5 വരും അല്ലെ. ആന്റിലോഗ് മാറ്റുമ്പോൾ 10 ടു 100/20 വരും. അപ്പൊ എത്ര? 10 റേസ് ടു 5 വരും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻഷ്യൽ ഗെയിൻ 10,000 10 റേസ് ടു 5 0.1 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് അല്ല. ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, തെറ്റിക്കല്ല. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ ഓഫ് ആംബ്. ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞേക്കുന്നത്. എന്താ? ഇൻഫിനിറ്റി സ്ലൂ റേറ്റ് അതെ. ഇൻഫിനിറ്റി ബാൻഡ് വിഡ്ത്ത് അതെ. ഹൈ CMRR അതെ. ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആണോ? അല്ല. സോറി ഹൈ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണോ? അല്ല. എന്താ? ഹൈ ഇൻപുട്ട് ഇംപെഡൻസും ലോ ഔട്ട്പുട്ട് ഇംപെഡൻസും ആണ് അല്ലെ. ഹൈ ഇൻപുട്ട് ഇംപെഡൻസും ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ്. ഇവിടെ ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണെങ്കിൽ കറക്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ the output of an op amp increases 8 volt in 40 microsecond. The slew rate is. Slew rate in direct equation എന്താ? Delta V by delta T. 8/40 അല്ലെ. അപ്പൊ എത്ര വരും? അപ്രോക്സിമേറ്റ്ലി 7/40 ആണെച്ചാൽ 0.5 വരും. അപ്പൊ 8/40 ആകുമ്പോൾ 0.5 ചെറിയ വാല്യൂ കൂടും. കുറച്ച് വാല്യൂ കൂടും അല്ലെ. അപ്പൊ 0.57 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 61ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ In the above signal flow graph, there are dash number of combinations of two non-touching loop. Two non-touching loopന്റെ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് G1H1 ഉം ഇതും അല്ലെ. ഇതും എന്താ? ടു നോൺ ടച്ച് ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ആണെങ്കിൽ അതേ പോയിന്റ് തന്നെ എന്ത് എൻഡ് ചെയ്യണം. അതേപോലെ ഒരു നോഡിലേക്കൂടെ ഒരു പ്രാവശ്യം മാത്രമേ പോയിക്കോളൂ. ഈ G1 G2 G3 H3 H2 H1 എന്ന് പറയുന്ന ഒരു ലൂപ്പ് അല്ല. കാരണം എന്താ? കോമൺ പോയിന്റ് തന്നെ രണ്ടോട്ടം പോകുന്നുണ്ട്. രണ്ടോട്ടം പാസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം മാത്രമേ പാസ് ചെയ്തുള്ളൂ. അപ്പോൾ ടു നോൺ ടച്ച് ലൂപ്പാണ് ചോദിച്ചേക്കുന്നത്. G1H1 ഉം G3 H3 ടു നോൺ ടച്ച് ലൂപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അവിടെ ഒന്ന് വന്നു. പിന്നെ ഏതൊക്കെയുണ്ട്? ഇതൊരു ലൂപ്പാണ്. ഇതും വന്നു. അപ്പൊ രണ്ടാമത്തെ വന്നു. പിന്നെ ഇതും വന്നു. മൂന്നാമത്തത് വന്നു. പിന്നെ ഇതും വന്നു. അപ്പൊ നാലാമത്തതും. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരിക? ഓപ്ഷൻ സി. 4 നോൺ ടച്ച് ലൂപ്പാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എ സിസ്റ്റം പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് 12/s into s square plus 5s plus 4 for an unity step input. The nature of the response is. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിലിപ്പോ നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അതേപോലെ എന്താ? ഇൻപുട്ടും നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 12/s into s square plus 5s plus 4 ആണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് സ്റ്റെപ്പ് ആണ്. അപ്പൊ സ്റ്റെപ്പ് ഇൻപുട്ട് ആകുമ്പോൾ 1/s വരും. അപ്പൊ s കട്ടായി പോകും. അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12/s square plus 5s plus 4. കാരണം വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ 1/s വരും. ഔട്ട്പുട്ട് പറഞ്ഞാൽ ഇത് വന്നു. അപ്പൊ അതിൽ എസും ഡിനോമിനേറ്ററിൽ കട്ടായി പോയി അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെ എഴുതി. അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെയാ വേണം?
നാച്ചർ ഓഫ് ദി റെസ്പോൺസ് ആണ്. നാച്ചർ ഓഫ് ദി റെസ്പോൺസ് ഡിപ്പെൻസ് ഓൺ ദി വാല്യൂ ഓഫ് ഡെൽറ്റ അല്ലെ. ക്രിട്ടിക്കൽ ഡാംഡ് ആണോ, ഓവർ ഡാംഡ് ആണോ, അണ്ടർ ഡാംഡ് ആണോ, അൺഡാംഡ് ആണോ, ഡെൽറ്റ ഇക്കോട്ട് 0 അൺഡാംഡ്, ക്രിട്ടിക്കൽ ആവുമ്പോൾ ഡെൽറ്റ ഇക്കോട്ട് 1, അണ്ടർ ഡാംഡ് ആകുമ്പോൾ ഡെൽറ്റ ലെസ് ദാൻ 1, ഓവർ ഡാംഡ് ആകുമ്പോൾ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് നമുക്ക് എന്ത് ഏറ്റവും കണ്ടുപിടിക്കാം? ഒമേഗ എൻ സ്ക്വയറിന്റെ വാല്യൂ 4 നമുക്ക് അവിടെ കിട്ടും. എസ് സ്ക്വയർ പ്ലസ് 2 ഡെൽറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ അല്ലെ. ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 2 കിട്ടി. ഇനി അടുത്ത 2 ഡെൽറ്റ ഒമേഗന്റെ വാല്യൂ എത്ര കിട്ടി? 5 കിട്ടി. അപ്പൊ അതിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 5/2 ഒമേഗ എൻ, 5/4, 1.25. അപ്പോ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഓവർ ഡാംപ്ഡ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അവിടെ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ പീക്ക് ടൈം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. ദ പീക്ക് ടൈം ടി പി ഇസ് ഇക്വൽ ടു 3 സെക്കൻഡ് ഫോർ എ സിസ്റ്റം ടു വിച്ച് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഇസ് അപ്ലൈഡ്. ദ ഡാമ്പ് ഫ്രീക്വൻസി ഇൻ റേഡിയൻ പെർ സെക്കൻഡ് ഈസ്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ടി പി ഇവിടെ എൻ പൈ ബൈ ഒമേഗ ഡി എന്നൊക്കെ പറഞ്ഞാണ് വരുന്നുണ്ടാവുക. ഇതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടി പി ഇസ് നത്തിങ് ബട്ട് പൈ ബൈ ഒമേഗ ഡി എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ അതിൽ നിന്ന് ഫണ്ടമെന്റൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ഒമേഗ ഡി ഇസ് നത്തിങ് ബട്ട് പൈ ബൈ ടി പി. പൈയുടെ വാല്യൂ 3.14, ടി പി 3 സെക്കൻഡ്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആണ്. 1.57 എന്തായാലും വരില്ല. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 1.05 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ ആൻസർ ഒക്കെ താണ്ടി പറ്റുന്നുണ്ട്. അല്ല 3.14/3 നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം. നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്ഷനിൽ 0.64 അല്ല, ഗ്രേറ്റർ ദാൻ 1 ആണ് എന്തായാലും. അപ്പോ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സി അപ്പം തന്നെ ഒഴിവാക്കി. പിന്നെ 1.57 എന്തായാലും 1.57 ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4.5 ആയിരിക്കണം. അപ്പൊ ഇതുമല്ല. അപ്പൊ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 65. ദ പൊസിഷണൽ എറർ കോഎഫിഷ്യന്റ് ഈസ്. എന്താ പൊസിഷണൽ എറർ കോൺസ്റ്റന്റ്? അപ്പൊ അത് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. ലിമിറ്റ് എസ് ടെൻസ് ടു 0 ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. അപ്പൊ ഇതിൽ എസ് ടെൻസ് ടു 0 കൊടുത്ത് എന്ത് വരും? എസും എസ് എല്ലാം പോയി അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 40/5. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 8. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, 40/5, 8 ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. The open loop transfer function of a unity feedback control system is g of s is nothing but 1 by s square plus 6s plus 9. The closed loop transfer function will have the poles at. ഇതിന് നമുക്ക് OLTF നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, CLTF നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്താൽ മതി. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ CLTF അവിടെ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ CLTF വന്നിട്ട് OLTF കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് CLTF ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്യാം. ഓക്കെ, +9. അതിനോട് എന്താ ന്യൂമറേറ്ററും കൂടി വരുന്നുണ്ടോ? 1 by s square plus 6x plus 10 ആണ് വരുന്നുണ്ടാവുക. അപ്പൊ ഈ ലെസ്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളെ പണ്ട് പഠിച്ച പോലെ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4 into a into c ഡിവൈഡഡ് ബൈ 2a -6 പ്ലസ് ഓർ മൈനസ് 36 മൈനസ് 40 ആകുമ്പോൾ റൂട്ട് -4 വരും. ഡിവൈഡ് ബൈ 2 -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 വെച്ചാൽ 2 ആണ്. റൂട്ട് -4 ആയതുകൊണ്ട് 2j ഡിവൈഡ് ബൈ 2. അപ്പൊ 2 കൊണ്ട് -3 പ്ലസ് ഓർ മൈനസ് j എന്നുള്ള രീതിയിൽ അവിടെ ആൻസർ കിട്ടും. അപ്പൊ -3 പ്ലസ് ഓർ മൈനസ് j എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഓക്കെ, -3 പ്ലസ് ഓർ മൈനസ് j. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ടൈപ്പ് 1 സിസ്റ്റം ദ വെലോസിറ്റി ലാഗ് എറർ ഈസ്. വെലോസിറ്റി ലാഗ് എറർ ഈസ് എന്താ വരിക? വെലോസിറ്റി എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഗെയിൻ കോൺസ്റ്റന്റ് അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഗെയിൻ കോൺസ്റ്റന്റ് ആണ് വരുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. 1/kV എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഗെയിൻ കോൺസ്റ്റന്റ്. ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ദ റൂത്ത് ക്രൈറ്റീരിയ? എന്താ? ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ അബൌട്ട് ദി അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി. കറക്റ്റ് ആണ്. ദ ഡിഗ്രി ഓഫ് ദി ഇൻസ്റ്റെബിലിറ്റി ആൻഡ് മീൻസ് ടു അവോയ്ഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ദ റൂത്ത് ക്രൈറ്റീരിയ. ശരിയാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി നമ്പർ ആൻഡ് വാല്യൂസ് ഓഫ് ദി അൺസ്റ്റേബിൾ റൂട്ട്സ്. കറക്റ്റ് ആണ്.
അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ലെ. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ദ എഫക്ട്സ് ഓഫ് ആഡിങ് പോൾസ് ആൻഡ് സീറോസ് ക്യാൻ ബി ഡിറ്റർമിൻ ക്വിക്ലി ബൈ. എപ്പോഴും നമ്മൾ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ പറയാം എന്താ, ഇറ്റ് ഈസ് ഡിറ്റർമിൻ ബൈ ദി റൂട്ട് ലോക്കസ് മെത്തേഡ് അല്ല. റൂട്ട് ലോക്കസ് വെച്ചിട്ടാണ് നമ്മൾ ഇഫക്ട് ഓഫ് ആഡിങ് പോൾസ് ആൻഡ് സീറോസ് നമ്മൾ പറയുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ നൈക്വിസ്റ്റ് പ്ലോട്ട് ഈസ് ഗിവൺ ആസ് ദ ഗെയിൻ മാർജിൻ ഈസ്. ഗെയിൻ മാർജിൻ ഈസ് എന്നിട്ട് 1/mod z ആണ് അല്ലെ. മോഡ് z എന്ന് പറയുമ്പോൾ ഇവിടെ 0.3 അല്ലെ, -0.3 അപ്പൊ 3.33 വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്താ നമുക്ക് അവിടെ ആൻസറിലേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റും. The resistance of a moving coil voltmeter is 13,500 ohm. The moving coil has a 150 turns and is 4 centimeter long and 3 centimeter wide. The flux density in the air gap is 5.5 into 10 to minus 2 Weber per meter square. Find the deflection torque produced by 150 volt. ടി ഡി അത് കണ്ടിട്ടുണ്ട്. ടി ഡിക്ക് നിങ്ങൾ പഠിച്ച ഷോർട്ട് കട്ട് എന്താ, ബീന എന്ന് പറഞ്ഞ ഇക്വേഷൻ മനസ്സിലാവും അല്ലെ. ടി ഡി ഇസ് നത്തിങ് ബട്ട് ബീന. ബിയുടെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എത്ര, ഫ്ലക്സ് ഡെൻസിറ്റി 5.5 into 10⁻²⁻² വെബർ പെർ മീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് ഐയുടെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് V/R ചെയ്ത് കഴിഞ്ഞാൽ മതി. V 150, R എത്ര 13,500 ഇൻറ്റു N 150 ടേൺസ് ഇൻറ്റു ഏരിയ 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും. സെന്റിമീറ്റർ നമ്മൾ എന്താ മീറ്ററിലേക്ക് മാറ്റാം. അപ്പൊ 4 into 10⁻², 3 into 10⁻², അപ്പൊ 10⁻⁴. അപ്പൊ ഇത് അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, കട്ട് ചെയ്യാനൊക്കെ കട്ട് ചെയ്യാം. അപ്പോ അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11 into 10⁻⁵ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ടാവും. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 11 into 10⁻⁵ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇതിലെന്താ നമുക്ക് കാണുമ്പോൾ തന്നെ പറയാൻ വേണ്ടി പറ്റും, ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. ഗാൽവനോമീറ്റർ എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, 73ാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ കൺവേർട്ടിംഗ് എ 2 milliampere meter വിത്ത് ഇന്റർ റെസിസ്റ്റൻസ് ഓഫ് 6 ohm into a 0-100 mA ammeter. റേഞ്ച് ആണ് പറയുന്നത് 0 to 100 mA. അപ്പോ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഷണ്ട് റെസിസ്റ്റൻസ് ഇസ് RS നത്തിങ് ബട്ട് RM ഡിവൈഡ് ബൈ M-1. ഇപ്പൊ ഇങ്ങനെ സീരീസിലാണെങ്കിലോ RM into M-1 ആണ് വരുന്നുണ്ടാവും. RM-ന്റെ വാല്യൂ എത്ര വരിക, 60 നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. 60 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. M എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് നത്തിങ് ബട്ട് IM/I ആണ് അല്ലെ. I എന്ന് വെച്ചാല് 100 വരും, I എന്ന് വെച്ചാൽ 2 -1. 60/100/20 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുമ്പോൾ 50 -1, 60/49 ആണ് വരുന്നുണ്ടാവുക. ദാറ്റ് മച്ച് ഓഫ് O. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. 60/14 എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1. സോറി, ലെസ് ദാൻ 1 അല്ല, ഗ്രേറ്റർ ദാൻ 1 അല്ലെ. ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആണ്. പക്ഷെ ഗ്രേറ്റർ ദാൻ 2 ആണോ, അല്ല. 49നെക്കാട്ടിയും ഡബിൾ അല്ല. 49 into 2 98 വരും. 98നെക്കാട്ടിയും ചെറുതാണ്. അപ്പൊ ലെസ് ദാൻ 1 അല്ല, ഗ്രേറ്റർ ദാൻ 2 അല്ല. അപ്പൊ ആ ഒരു ഓപ്ഷനിലൊക്കെ മാറ്റാം. ലെസ് ദാൻ 1 അല്ല, ഗ്രേറ്റർ ദാൻ 2 അല്ല. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് എന്താ, ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. 1.22 മീറ്റർ, സോറി ഓം, 1.22 ഓം ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെന്റ്സ്. നിങ്ങളവിടെ സ്പെസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഫോർ വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. The sensitivity of an oscilloscope depends on. The sensitivity of an oscilloscope depends on the gain of the vertical amplifier അല്ലെ. ഓൾറെഡി തിയറി കൺസെപ്റ്റ് തന്നെ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. The power loss can be considerably reduced by
considerably reduced while testing the energy meter by phantom loading. Phantom ലോഡിങ്ങിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങൾ അവിടെ എനർജി ലോസ് കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഫാൻറ്റം ലോഡിംഗ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഇതിന്റെയൊക്കെ നമുക്കൊരു ഷോർട്ട് നോട്ട്സ് പോലെ ഞാൻ വേണമെങ്കിൽ നമ്മളുടെ മെയിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ മെയിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് തരാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പോ ഒറ്റ ചാനലോ മറ്റോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നോക്കാം. അങ്ങനെയാണെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി നമ്മൾ ഇതിന്റെയൊക്കെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 76C. The speed of rotation of induction type energy meter can be controlled by direct question. അല്ലെ, എന്താ അഡ്ജസ്റ്റിംഗ് ദി പൊസിഷൻ ഓഫ് ദി ബ്രേക്കിംഗ് മാഗ്നറ്റ്. അല്ലെ, എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. The aqueduct coating in CRO is used to collect the secondary emission electrons. അല്ലെ, ഓപ്ഷൻ ബി അല്ലേ വരിക, സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസ്. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. ഇത് ഡയറക്റ്റ് കൺസെപ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. ദ സ്വീപ്പ് ജനറേറ്റർ ഓഫ് എ CRO ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സോ ടു ദ വോൾട്ടേജ് ഫോർ ദ ഹൊറിസോണ്ടൽ റിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം. ഓപ്ഷൻ ഏത് തന്നെയാണ് അവിടെ വരുന്നുണ്ടാവുക. 80 വെച്ച് നോക്ക്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. A moving coil ammeter has a uniform scale with 100 divisions and gives full scale reading of 10 ampere. The instrument can be read up to 1/5 of a scale division with a fair degree of certainty. Determine the resolution of the instrument in amperes. എന്താ റെസൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. 1/5 ഓഫ് ദി സ്കെയിൽ ഡിവിഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്ത് പറയാം, 100 ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ 10 ആംപിയർ തരാണ്. അപ്പൊ ഓരോ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിലോ 10/100. അപ്പൊ 1/5 ആണെന്നുണ്ടെങ്കിലോ 1/5 into 10/100. 1/50 അല്ലെ. 1/50 എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന് തൊട്ട് 0.02 അല്ലെ, 0.02 ആംപിയർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് എഴുതിണ്ടാവുക. ഓപ്ഷൻ സി. ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഹാസ് മെമ്മറി. മെമ്മറി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അതൊരു ഡിലേ ഉണ്ടാവണം അല്ലെ, ടൈമിലൊരു ഡിലേ ഉണ്ടാവണം. അപ്പോ ഇവിടെ എന്താ T-1. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി. ഓക്കെ, 82. A signal has a spectrum ranging from 0 to 15 kilohertz is to be sampled to be converted to discrete form. What is the minimum number of samples per second that must be taken to ensure recovery? എങ്ങനെയാ നമ്മളെ നൈക്വിസ്റ്റ് തിയറം വെച്ച് നമ്മൾ എന്താ പറയാ, സാമ്പിളിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി ഈക്വൽ ടു 2FM എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. മിനിമം നമ്പർ ഓഫ് സാമ്പിൾസ് അല്ല, അപ്പൊ ഗ്രേറ്റർ ദാൻ ആണ് വേണ്ടുന്നത്. അപ്പൊ മിനിമം നമ്പർ ഓഫ് സാമ്പിൾസ് കിട്ടാൻ വേണ്ടിട്ട് എന്താണ്, ഷുഡ് ബി ഈക്വൽ ടു 2FM ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, മിനിമം നമ്പർ ഓഫ് സാമ്പിൾസ് നമുക്ക് എന്താ പറയാൻ പറ്റും, സാമ്പിളിംഗ് ഫ്രീക്വൻസി വിച്ച് ഷുഡ് ബി ഈക്വൽ ടു 2FM അല്ലെ. അപ്പൊ നമ്മള് ഗ്രേറ്റർ ദാൻ 2FM എന്നാണ് പറയുന്നുണ്ടാവുക. പക്ഷെ എന്താ കൺവേർട്ട് റിക്കവറി നമുക്ക് അവിടെ സാധ്യമാണെന്നുണ്ടെങ്കിൽ മിനിമം എന്തായിരിക്കണം, 2FM ആയിരിക്കണം. ഇപ്പൊ 2FM എന്ന് പറയുമ്പോൾ 2 into 15 kilohertz ഷുഡ് ബി ഈക്വൽ ടു 30,000 ഹെർട്സ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, 30,000 ഹെർട്സ് പറയുമ്പോൾ 1/13,000. അപ്പൊ 30,000 സാമ്പിൾസ് പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, 30,000 സാമ്പിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഇതേപോലത്തെ ആ ഒരു സാമ്പിളിംഗ് തിയറം സാമ്പിൾ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, 30,000 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദി ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് ദി ഫോളോയിങ് സിഗ്നൽ. എക്സ് എഫ് എൻ ഇസ് ഈക്വൽ ടു 10 cos 0.2 πn. നമുക്കറിയാം ഡിസ്ക്രീറ്റ് ഫോർമുല ആകുമ്പോൾ നമുക്ക് എന്താ എങ്ങനെ എഴുതാം? ഡിസ്ക്രീറ്റ് ഫോർമുല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാണ്ട് പറ്റും? എ കോസ് 2πn ഇൻറ്റു എൻ എന്ന രീതിയിൽ നമുക്ക് എഴുതാണ്ട് പറ്റും. ഇതിപ്പോ നമുക്ക് 2πn ബൈ എൻ ഷുഡ് ബി ഈക്വൽ ടു 0.2 πn അല്ലെ. എന്നും കട്ടായി പോയി, പൈ കട്ടായി പോയി. 2/n ഷുഡ് ബി ഈക്വൽ ടു 0.2 എന്നുള്ള രീതിയിൽ എഴുതാണ്ട് പറ്റും. n is equal to 2/0.2 അല്ലെങ്കിൽ 10 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാണ്ട് പറ്റും. എന്നിന്റെ വാല്യൂ 10. അതുകൊണ്ട് എന്താ ഫണ്ടമെന്റൽ പീരീഡ് ആണ് n ആയിട്ട് വരുന്നുണ്ടാവുക. ഇപ്പൊ 10 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, n is nothing but 10. A system is described by the t of x of n is equal to g of n into x of n. Which of the following is correct for the system? ഇപ്പൊ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ഇതെന്താ? നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പറയാൻ വേണ്ടി പറ്റും മെമ്മറി ലെസ് ആണെന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്താ കോസൽ ആണ്, ടൈം ഇൻവേരിയന്റ് അല്ല, ടൈം വേരിയന്റ് ആണ്. ഓക്കെ, കോസൽ ആണ്, ടൈം വേരിയന്റ് ആണ്, അതേപോലെ എന്താ മെമ്മറി ലെസ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ചെക്ക് ദ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം. കോസൽ ആണോ, നോൺ കോസൽ ആണോ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ? എന്താ വരിക? ഇത് നമ്മളിപ്പോ 0.5 ആന്ന് വരുന്നുണ്ടാവുക. എന്നിന്റെ വില നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. 0.5 എന്ന് വെച്ചാൽ 1/2 1/2 0.5 നമുക്ക് എങ്ങനെ എഴുതാണ്ട് പറ്റും? 1/2 എഴുതാണ്ട് പറ്റും. അപ്പൊ എന്റെ വില എത്ര കൊടുത്താൽ ഇൻഫിനിറ്റ് കൊടുത്താലും അത് ഒരു ഫിക്സഡ് ടൈമിന്റെ ഇടയ്ക്കായിരിക്കും വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഇത് ബിബോ സ്റ്റേബിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ എന്താ ഷുഡ് ബി നോൺ കോസൽ ആണ്. ഓക്കെ, നോൺ കോസൽ ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നോൺ കോസലും അതേപോലെ ബിബോ സ്റ്റേബിളും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ബിബോ സ്റ്റെബിലിറ്റി ഓഫ് ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം ഈസ് ദാറ്റ്. ഏതാ? The magnitude of every root of its characteristic equation must be less than 1. A system is linear if it is additive and homogeneous അല്ലെ. ഡയറക്റ്റ് ആ ഒരു ഡെഫിനേഷനെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് അഡിറ്റീവ് ആണോ, അതേപോലെ ഹോമോജീനിയസ് ആണോ? ഏലിയാസിംഗ് ഒക്കേഴ്സ്. ഏലിയാസിംഗ് എന്ന് പറയുന്നത് എന്താ? അവിടെ സിഗ്നൽ നഷ്ടപ്പെടുന്നത്. അപ്പൊ സിഗ്നൽ എപ്പോഴായാലും നഷ്ടപ്പെടുന്നുണ്ടോ? ഫസ്റ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM ആണ് സാമ്പിൾ ഫ്രീക്വൻസി സാമ്പിൾ തിയറം പ്രകാരം പറയുന്നത്. നമുക്കത് എടുക്കാൻ വേണ്ടിട്ട്. അപ്പോ ഏലിയാസിംഗ് ഒക്കർ ആണെന്നുണ്ടെങ്കിൽ FS ഷുഡ് ബി ലെസ് ദാൻ 2FX ആയിരിക്കണം. ഓപ്ഷൻ ഡി ആയിരിക്കണം കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി, FS ഷുഡ് ബി ലെസ് ദാൻ 2FX. അടുത്തത് 89. A signal x of t is equal to cos 3πt plus 2 cos 10πt is ideally sampled. Find the maximum allowable interval between the samples. ഐഡിയൽ സാമ്പിളിന്റെ കേസിനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും FS ഷുഡ് ബി ഈക്വൽ ടു 2FM എന്ന രീതിയിൽ പറയാൻ പറ്റും. അപ്പൊ ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 2πF എന്ന രീതിയിൽ എഴുതെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ 10πt എന്നുള്ള രീതിയിലുള്ളത് അല്ലെ. അപ്പൊ 10π അതിന് F എന്ന് പറഞ്ഞാൽ എത്ര വരും? 10π/2π 5 എന്നുള്ള രീതിയിൽ കിട്ടി. അത് തന്നെയാണ് നമ്മളുടെ FM, ഹൈ ഫ്രീക്വൻസി പറഞ്ഞ് 5 തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പോ സാമ്പിൾ ഫ്രീക്വൻസി FS is nothing but 2FM. 2 into 5 10 ആണ്. അപ്പൊ അതിന് T is nothing but 1/FS 1/10 0.1 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ്, സോറി ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. ഓപ്ഷൻ സി. An anti-aliasing filter is. An anti-aliasing filter എന്ന് പറഞ്ഞാൽ എന്താ? Anti-aliasing filter is nothing but the low pass filter ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി. Which of the following is a passive transducer? ഇതിലിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ
തെർമോകപ്പിള്, പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ, അതുപോലെ പി വി സെൽ, ഇതൊക്കെ എന്താ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് അല്ലെ. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. In LVDT, the secondary windings are connected in LVDT, the secondary windings are connected in series opposition ആണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക. കറക്റ്റ് ഞാൻ ഓൾറെഡി പഠിച്ചതിനായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി സെല്ല്? അതിൽ നമ്മളെ പറഞ്ഞ ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, അതൊക്കെ എന്താ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ്. അപ്പൊ പ്രൈമറി സെല്ലായിട്ട് വരുന്ന ഏതൊക്കെ? സിങ്ക് കാർബൺ ഡ്രൈ സെല്ല് മാത്രമാണ് പ്രൈമറി സെല്ലായിട്ട് വരുന്നുണ്ടാവുക. 94 ദിവസം ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. 95 നോക്കും. ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ് ഇൻ സോയിൽ ദ എർത്ത് റെസിസ്റ്റൻസ് ഈസ്. മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മോയ്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് എന്തായിരിക്കും? റെസിസ്റ്റൻസ് ബി ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താ, നമ്മൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലും താഴോട്ട് എർത്തിലേക്ക് വരുന്നുണ്ടാവും, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദ പർപ്പസ് ഓഫ് എർത്തിങ് ഈസ് ടു provide the low resistance path to the earth. Provide a low resistance path to the earth. To provide a low resistance path to the earth. Which is the advantage of the cleat wiring system. എന്താ ക്ലീറ്റ് വയറിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ ഡ്യൂറബിൾ മോയ്സ്ചർ പ്രൂഫ് പെർമനന്റ് വയറിംഗ് അല്ല, ഓപ്പൺ ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം അല്ലേ. ഇപ്പൊ എന്താ ടെമ്പററി ആണ്, ഒരു ഇത് ഓപ്പണും ആണ്. അപ്പൊ ഈസി ടു ലൊക്കേറ്റ് ദി ഫോൾട്ട് ഇൻ ദി വയറിംഗ്. ഓപ്ഷൻ ഡി മാത്രമാണ് ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. വിച്ച് വയറിംഗ് മെത്തേഡ് പ്രൊവൈഡ്സ് ദി ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മെറ്റൽ കണ്ടുപിട്ട് വയറിംഗ് നിലയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. കാൻഡലൈസ് ദ യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തായിരിക്കും പറയുന്നത്. അപ്പൊ ലൂമിനസ് ഇന്റൻസിറ്റി കണ്ടില്ല അല്ലെ, ലൂമിനസ് ഇന്റൻസിറ്റി ഓഫ് ദി സോഴ്സ്. വിച്ച് ലാമ്പ് ഷോസ് ദി സ്ട്രോബോസ്കോപ്പിക് എഫക്ട്? വിച്ച് ലാമ്പ് ഷോസ് ദി സ്ട്രോബോസ്കോപ്പിക് എഫക്ട്? ഏതാ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫ്ലൂറസെന്റ് ലാംപ്സ് ആണ് സ്ട്രോബോസ്കോപ്പിക് എഫക്ട് ഉണ്ടാവുന്നുണ്ടാവുക അല്ലെ. അപ്പോ ലോ ഫ്രീക്വൻസിയിലായിരിക്കും സ്ട്രോബോസ്കോപ്പിക് എഫക്ട് ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ഫേസിലൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബോസ്കോപ്പിക് എഫക്ട് നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ നമ്മൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, PWD കോമൺ എക്സാം ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ ഇതുവരെ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യൻ പോളി അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 2014 നടന്നത്, 2022 നടന്നത്, അതേപോലെ മുന്നത്തെ ഒരു AE, അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, PWD എല്ലാം നമ്മൾ കോമൺ എക്സാമിനെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഓക്കെ, അപ്പോ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എന്റെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ ഡിസ്കഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.